വാവയുടെ കല്യാണം എപ്പോഴാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൂനെ പോലെ ഒരു ഹസ്ബൻഡ് കുഞ്ചൂസിന്റെ ഭാഗ്യമാണ്. കുഞ്ചപ്പൻ അപ്പൂനെ പറ്റി എന്താ അഭിപ്രായം പറ? പ്രത്യേകിച്ചൊരു അഭിപ്രായമില്ല. കുഞ്ഞു ആഗ്രഹിച്ച പോലെയുള്ള ഒരു ഹസ്ബൻഡ് ആണോ അപ്പൂ? ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് നടക്കുന്ന ദിവസമാണ് ഇന്ന്. സബിന്റെ അമ്മയ്ക്ക് എന്താണ് പറ്റിയത്? പോട്ടെ, അവര് ഫുഡൊക്കെ കൊടുത്തിട്ട് പോയായിരുന്നു. തിരിച്ചു വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കൂട് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അത് മരിച്ചു കിടക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ കുമാരി അമ്മയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് എത്ര രൂപയാണ് അയച്ചു തന്നത്? അത് ഞാൻ ചെറിയൊരു തടിപ്പ് പോലെ ഉണ്ട്. അപ്പൊ അമ്മയ്ക്കും ഭയങ്കര പേടിയായി എല്ലാം. അപ്പോൾ വീഡിയോയുടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് നമ്മളെല്ലാവരും തിരക്കേറിയ ഒരു ലൈഫാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനും ഭയങ്കര തിരക്കേറിയ ലൈഫിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തിരക്കേറിയ ലൈഫിന് മുമ്പ് ഇത്തിരി ഫ്രീ ആയിട്ട് നടന്ന സമയങ്ങളുണ്ട്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തൊരു പരിപാടിയാണ് മുടി നല്ലപോലെ സ്ട്രൈറ്റ് ചെയ്തു. മുടിയിൽ കുറെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ വെച്ചത് മുടി നല്ലപോലെ ഡാമേജ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തിരക്കേറിയ ലൈഫിൽ സത്യം പറഞ്ഞാൽ ആ മുടീനെ ഒന്ന് നോക്കാനും ഒന്നും പറ്റുന്നില്ല. സോറി മുടി. അപ്പോൾ ഇപ്പൊ എനിക്ക് നമ്മുടെ ഹെയർ ഒന്ന് റിപ്പയർ ചെയ്ത് എടുക്കണം സത്യം പറഞ്ഞാൽ. അതിനുവേണ്ടി പല മെത്തേഡ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് മുടി മുള്ളായിട്ട് മുട്ടയൊക്കെ അടിച്ച് കളഞ്ഞായിരുന്നു മുടി നല്ലപോലെ വളരാൻ വേണ്ടിയിട്ട്. എന്നിട്ടും ആ ഒരു ഇത് മാറുന്നില്ല സത്യം പറഞ്ഞാൽ. ആ ഒരു ഡ്രൈനസോ കാര്യങ്ങളോ ഒന്നും മാറുന്നില്ല. അപ്പൊ ഞാൻ കണ്ടെത്തിയ നമ്മളെല്ലാവരും ഉപയോഗിച്ച് വരുന്ന ഒരു DIY മെത്തേഡാണ്. ചെമ്പരത്തിയും കറി ലീവ്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു തിരക്കേറിയ ലൈഫിൽ അതൊന്നും പ്രാക്ടിക്കൽ അല്ല. അപ്പൊ എനിക്ക് ആ രണ്ടിന്റെയും ഒരു കോംബോ ആയിട്ട് നമുക്ക് മാമായത്തിന്റെ ഹിബിസ്കസ് ഡാമേജ് റിപ്പയർ ഹെയർ ഓയിലും ഷാമ്പൂവും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തിടെയായിട്ട് ലോഞ്ച് ചെയ്താണ്. ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്ത് വരുന്നു. കാരണം അത്രയും റിസൾട്ട് കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. ഇതും ചെമ്പരത്തിയുടെയും കറി ലീവ്സിന്റെ ഒരു കോംബോ ആണ്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് മെയ്ഡ് സേഫ് ആണ്. അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. എല്ലാ ടൈപ്പ് സ്കിന്നിനും ഇത് സ്യൂട്ടബിൾ ആണ് കേട്ടോ. ആദ്യം തന്നെ എൻ്റെ മുടിയുടെ എലാസ്റ്റിസിറ്റി കാണിച്ചു തരാം കേട്ടോ. ഒരു സിംഗിൾ സ്ട്രെച്ചിൽ തന്നെ എൻ്റെ മുടി നടുവേ പൊട്ടി പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി ഒരു ഡിലേയും വരുത്താതെ ഹിബിസ്കസ് ഹെയർ ഓയിൽ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങുകയാണ് കേട്ടോ. അപ്പം ഞാൻ കോംബോ ആപ്ലിക്കേറ്റർ വെച്ചിട്ടാണ് ആദ്യം റൂട്ടിലോട്ടാണ് എത്തിക്കുന്നത് കേട്ടോ. അവസാനം ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ട് മുടിയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ടേ. നല്ല ഒരു ഫീലാണ് കേട്ടോ. തലയ്ക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മുടിയെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഹെയർ ഓയിൽ സഹായിക്കുന്നത് കേട്ടോ. ഹെയറിൽ കുറച്ച് നേരം ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഷാമ്പൂ ഉപയോഗിക്കുന്നത്. അപ്പം സെയിം അതായത് ചെമ്പരത്തിയും കറി ലീവ്സും തന്നെയാണ് ഷാമ്പൂവിലും അടങ്ങിയിരിക്കുന്നത്. മാമാർത്തിന്റെ എല്ലാ പ്രൊഡക്ട്സ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക എന്നിവയിൽ അവൈലബിൾ ആണ്. മാമാർത്തിന്റെ പ്രൊഡക്ട്സ് വെബ്സൈറ്റിലൂടെ ആപ്പിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ WIL 2024 എന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും. മാമാർത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പ്ലാൻ ഗുഡ്നസ് ഇനിഷ്യേറ്റീവ്. അതായത് നമ്മൾ ഓരോ തവണ മാമാർത്തിൽ നിന്ന്, ആപ്പിൽ നിന്നോ വെബ്സൈറ്റിൽ നിന്നോ ഓരോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ പേരിൽ അവരൊരു മഴ നടുന്നുണ്ട്. 2025 കൂടി അത് 1 മില്യൺ ആക്കാനാണ് അവരുടെ ലക്ഷ്യം. മാമാർത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഓഫ്ലൈൻ പ്രസൻസ്. അതായത് നമ്മൾ മാമാർത്തിന്റെ പ്രൊഡക്ട്സ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക എന്നിവയിൽ വാങ്ങിക്കുന്ന പോലെ തന്നെ ഇപ്പൊ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലും മാമാർത്തിന്റെ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ്. അപ്പൊ ഇനി നിങ്ങൾ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് മാമാർത്തിന്റെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ കമന്റ് ചെയ്യാൻ മറക്കില്ല. അപ്പൊ മാമാർത്തിന്റെ ഹിബിസ്കസ് ഡാമേജ് റിപ്പയർ ഹെയർ ഓയിലും ഷാമ്പൂ നിങ്ങൾ കണ്ടല്ലോ, പരിചയപ്പെട്ടല്ലോ. അപ്പൊ എല്ലാവരും ഓടിപ്പോയിട്ട് പർച്ചേസ് ചെയ്യുക. നമ്മുടെ മുടിയെ കൂടുതൽ സ്ട്രോങ് ആക്കുക കേട്ടോ. കൂടുതൽ സ്ട്രെങ്ത് ആക്കുക. നമ്മുടെ റൂട്ട്സ് എല്ലാം നല്ലപോലെ നറിഷ് ചെയ്ത് നമ്മുടെ മുടിയെ കൂടുതൽ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഈ രണ്ട് പ്രൊഡക്ട്സും നല്ലപോലെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നേരെ വീഡിയോയിലോട്ട് പോകാം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. ഏകദേശം 1 വീക്ക് ആയിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ വീക്ക് ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ കണ്ടിട്ട്. നമ്മളെ കണ്ടിട്ട് എല്ലാവരുടെ അടുത്ത് ആകുന്നതിന് ഒരു മാപ്പ് കേട്ടോ. അപ്പം എല്ലാവരും പറയുന്നുണ്ട്, ശകാരിക്കുന്നൊക്കെ ഉണ്ട്. നമ്മുടെ കുടുംബമായിട്ട് കണ്ട്, അനിയനും അനിയത്തിയായിട്ട് കണ്ടിട്ടാണ് എല്ലാവരും പറയുന്നത്. വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണെങ്കിലും ഇടുന്നു. പക്ഷെ നമുക്ക് സമയം ഒട്ടും ഇല്ലായിരുന്നു. ഇതിപ്പം ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടി Q&A സെക്ഷൻ ഇടാൻ വേണ്ടിയിട്ട് 2 ദിവസം മുമ്പ് കമ്മ്യൂണിറ്റി ഇട്ടാണ്. ഇതുവരെ ചെയ്യാനായിട്ട് രാത്രി കണ്ടു പോലും പറ്റുന്നില്ലായിരുന്നു. കാരണം രാത്രിയിലാണ് കടയിൽ നിന്ന് വരുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ അമ്മച്ചി കുരാരി എന്ന് വിളിക്കുന്നില്ല. കാരണം എല്ലാവർക്കും കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നുന്നു. അപ്പം ശരിയാണ്. കാരണം അമ്മയെന്ന് വിളിക്കുന്നതാണ് അതിന് ശരി. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടം ഇപ്പം ആമിഷൻ ഇങ്ങനെ പറഞ്ഞ് കുരാരി എന്ന് പറഞ്ഞ് എല്ലാവരുടെ മൈൻഡിലും കുരാരി എന്ന് അങ്ങനെ പറഞ്ഞ് നമ്മുടെ മൈൻഡിലോട്ടും അത് കേട്ടി എല്ലാരും. അപ്പം ഇപ്പൊ കുഞ്ചൂസ് പോലെ കുമാരി എന്നുള്ള പേര് മറന്നു പോയി, കുരാരി അല്ല എല്ലാവരും കേട്ടോ. നമ്മള് തമാശയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അത് മാറ്റേണ്ടതാണെങ്കിൽ മാറ്റണം. കാരണം തെറ്റാണെങ്കിൽ അത് മാറ്റണം. എപ്പോഴാണല്ലോ തെറ്റുന്നത് അങ്ങനെയാണ്. നമ്മള് അമ്മയെന്നാ വിളിക്കുന്നത്. അല്ല അമ്മയെന്നാ വിളിക്കുന്നത്. ചുമ്മാ തമാശയ്ക്ക് വിളിക്കുമ്പോഴത്തേക്ക് കുരാരി അങ്ങനെ വിളിക്കുന്നതാണ് കേട്ടോ. നമുക്ക് മാറ്റാം.
പിന്നെ നമ്മൾ തുടക്കത്തിലാണെങ്കിൽ ഗേസ് എന്നാണ് എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇപ്പോഴും വിളിക്കത്തില്ല, ഞാൻ വിളിക്കുന്നത് നിങ്ങൾ ഇപ്പോഴും കേട്ടിട്ടുണ്ട്. ഇപ്പോഴും വിളിക്കും, പക്ഷെ ഞാൻ പറയത്തില്ല. ഞാനത് കംപ്ലീറ്റ്ലി അത് മാറ്റിയിട്ടുണ്ട്. കാരണം തുടക്കത്തിൽ എനിക്ക് അങ്ങനെ വരത്തുള്ളായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞു അത് വേണ്ട, അത് നമുക്ക് ആ ഒരു ഫാമിലി ആയിട്ട്, അപ്പോൾ ഫാമിലിയിലുള്ള ഒരു ഗെയ്സ് എന്നാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അത് ഞാൻ അന്നേ മാറ്റിയാണ്. പിന്നെ ഞാനത് അങ്ങനെ ഒരു വിളി ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇത് തിരുത്തിയേക്കാം അല്ലേ? അപ്പോൾ അതിനും സോറി കേട്ടോ. അപ്പോൾ അത് മാറ്റിയേക്കാം. പിന്നെ ഇന്നത്തെ ദിവസം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ചുസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് നടക്കുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ഓട്ടങ്ങളിലും കാര്യങ്ങളും ഈ ഒരു ലാസ്റ്റ് 5 days ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഇടാനായിട്ടൊന്നും സമയമില്ലായിരുന്നു. കടയുടെ കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഓട്ടം നിർത്തുന്ന ദിവസമല്ല, എങ്കിലും അതിനൊരു ഫൈനൽ റിസൾട്ട് കിട്ടുന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇതിന് ശേഷം ഓടണം. കാരണം അത് സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ബാക്കി ഒരുപാട് ഉണ്ട്. അപ്പം ഇന്ന് അതിൻ്റെ ഒരു ദിവസമാണ്. അത് നാളെ നിങ്ങൾക്ക് കാണാം, ആ ഒരു പ്രൗഡ് മൊമെന്റ് കാണാം. എന്തായാലും ഇന്ന് ഈ നിലയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പങ്കുവഹിച്ച നിങ്ങൾ ഓരോരുത്തർക്കും, അതായത് യൂട്യൂബിൽ വന്നാണ് ഞാനും അവളും രക്ഷപ്പെട്ടത്. നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രഗിളിൽ നിന്നെല്ലാം മാറി ഇന്ന് ഇവിടെ ഇപ്പോൾ ഒരു സന്തോഷം. ഇടയ്ക്ക് സ്ട്രഗിൾ കാര്യങ്ങളുണ്ടാവും, പക്ഷെ അതിനെല്ലാം വീണ്ടും ഉയർത്തെണീറ്റ് വരും അതിൽ നിന്ന്. അപ്പം അതിനായിട്ട് തരണം ചെയ്യാൻ വേണ്ടി ഒരു ശ്രദ്ധ വന്നത് നിങ്ങൾ ഓരോ വാക്കുകൾ, ആശ്വാസ വാക്കുകളായിട്ടാണെങ്കിലും ഓരോ ശകാരിക്കലാണെങ്കിലും എല്ലാം നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇപ്പം ഇവിടെ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിട്ട് പറ്റിയത്. അപ്പൊ അതിനെക്കുറിച്ച് നാളത്തെ വീഡിയോയിൽ കാണാം എന്തായാലും കേട്ടോ. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെന്റ് ആണ്. നാളെ കാണാം, അതെന്തായാലും നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തിരി ഇൻട്രോ അങ്ങ് പറഞ്ഞ് നീട്ടുന്നില്ല. നമുക്ക് Q&A ആണ് ചെയ്യേണ്ടത്. എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കാം. അതിനിടയ്ക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത് സ്കിപ്പ് ചെയ്ത് വിടുക. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് താല്പര്യമില്ല വേറെ ആരുടെയും പേര് മെൻഷൻ ചെയ്യാനോ വേറെ പലരുടെയും കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പം നമ്മുടെ കാര്യങ്ങളായിട്ട് പോവുക. ഇന്നിപ്പം നമ്മൾ ഹാപ്പി ആയിട്ട് പോകും. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ ഈ ഫാമിലി എല്ലാവരും സന്തോഷത്തോടെ പോകുന്നു. എത്ര അടിപതറി വീണാലും അവിടെ നിന്ന് ഉയർത്തെണീറ്റ് വരാൻ ദൈവം ഒരു ശക്തി തരുന്നുണ്ട്. ഇപ്പം നല്ല സ്ട്രോങ് ആയെന്ന് വെച്ചാൽ നല്ല ബോൾഡ് ആയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആയി. കാരണം ഞങ്ങൾ വീണ ഒരുപാട് വലിയ കുഴികളിലോട്ട് അല്ലെങ്കിൽ ഒരുപാട് ഇതിലോട്ട് തള്ളിയിട്ടിട്ട് തിരിച്ചു കയറി വേണം പോലെ എന്ന് ദൈവം പറയും. അവിടെ നിന്ന് തിരിച്ചു കയറി കരയിൽ വന്ന് നിൽക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം ഒരുപാട് വലുതാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ബോൾഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇനിയിപ്പം ഒരു ചെറിയ ഇപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ 3 വർഷമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ മിന്നു മരിച്ചു കേട്ടോ. നമ്മൾ കടയിലെല്ലാം പോയിട്ട് രാവിലെ ഫുഡൊക്കെ കൊടുത്തിട്ട് പോയായിരുന്നു. തിരിച്ചു വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കൂട് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അത് മരിച്ചു കിടക്കുമായിരുന്നു. അപ്പം ഇന്ന് മറച്ച് നീറല്ലായിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് നിങ്ങൾ കാണുന്നതാണ് വീഡിയോയ്ക്കകത്ത്. മിന്നു ഉണ്ടാ മിട്ടു ഉണ്ടാ മിട്ടു ഡോർ തുറന്ന് പറന്നു പോയായിരുന്നു. മിന്നു ആണോ മിട്ടു ആണോ നമുക്ക് അറിയത്തില്ല. കാരണം കിളികളെ അങ്ങനെ ജെൻഡർ അറിയാൻ പറ്റുമല്ലോ. അപ്പം ചത്തു കിടക്കുമായിരുന്നു. അങ്ങനെ മൃഗങ്ങളൊക്കെ ചാവുമ്പോൾ ചത്തു കിടക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ചത്തു കിടക്കുമായിരുന്നു. പിന്നെ എടുത്തും ഇനി മറവ് ചെയ്തു. അപ്പം അങ്ങനെ ആ കൂട്ടത്തിൽ അന്ന് തന്നെ മീനുകൾ കുറച്ച് നമുക്ക് എന്തെങ്കിലും കഷ്ടകാലം വരുമ്പോഴത്തേക്കും ഇങ്ങനെ മിണ്ടാപ്രാണികൾക്ക് കിട്ടും. അപ്പൊ ഞാൻ കുഞ്ഞൂസിനെടുത്ത് പറഞ്ഞു എന്നെ മിക്കിക്കാണ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവനായിട്ട് ഇരിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അവളുടെ അടുത്ത്. അപ്പൊ ഇവള് പറഞ്ഞു എന്നെ പേടിപ്പിച്ചു കേട്ടോ. പക്ഷെ നമ്മുടെ മിക്കി അത് വേറെ ഇമോഷനല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ പൊന്നെ മിണ്ടാപ്രാണികളെ ഇങ്ങനെ നമ്മൾ വളർത്തും. അപ്പൊ അവർക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആണ് ശരിക്കും. നമ്മളിൽ നിന്ന് ഒരാൾ കുഞ്ചൂസിന്റെ ഡെലിവറി ടൈമിൽ വിട്ടുപോയത്. കുഞ്ചൂസ് ഒത്തിരി സ്ട്രഗിൾ അനുഭവിച്ച് നമ്മളെ ഭയങ്കര ആ ഒരു സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ. ജീവൻ വരെ തിരിച്ചു കിട്ടിയത്. അപ്പം ഒരു ജീവൻ പോയിട്ട് ഒരു ജീവൻ തിരിച്ചു കിട്ടുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ. അത് നമുക്ക് കുറേയൊക്കെ നമ്മൾ കണ്ടാൽ ചിലപ്പോൾ ചിലർ വിചാരിക്കുന്ന അന്ധവിശ്വാസം. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ദൈവത്തിലും കാര്യങ്ങളിലൊന്നും വിശ്വാസം ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ അത് പോകെ എനിക്കത് ദൈവം തന്നെ ദൈവത്തിലോട്ട് വിശ്വാസം ആക്കി എടുത്തിട്ടുണ്ട് അല്ലേ? വിശ്വാസമുണ്ട്, എല്ലാത്തിലും വിശ്വാസമുണ്ട്. ഞങ്ങൾ രണ്ടുപേർക്ക് ഒരേ കഥയില്ല. പക്ഷെ ഭയങ്കര ഓവറായിട്ട് അങ്ങനെ എഴുതില്ല. ഇതിന് ഞാൻ വേണ്ടി എടുത്തില്ല. മനസ്സിൽ പ്രാർത്ഥിക്കും, എന്നും കിടക്കുമ്പോൾ പ്രാർത്ഥിക്കും, എണീക്കുമ്പോൾ പ്രാർത്ഥിക്കും, എണീക്കത്തുള്ളൂ. അത് എനിക്ക് എപ്പോഴും ഉണ്ട്. അത്യാവശ്യമാണെങ്കിലും ആരെയും ഇത് കാണിച്ചുകൊണ്ട് അങ്ങനെ കാണിക്കാൻ വേണ്ടി അടുത്ത് പോവോ അമ്പലത്തിൽ പോവോ പള്ളി കയറോ അങ്ങനെ എടുത്തില്ല. മനസ്സിൽ തന്നെ തോന്നി ഒരു കാര്യം പ്രാർത്ഥിക്കും. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകണ്ടേ? അത് നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കാം കേട്ടോ. ആദ്യത്തെ SNTHSHSA ആ പേര് വായിക്കാൻ സത്യം പറഞ്ഞാൽ പറ്റത്തില്ല. കാരണം എന്തുവാണ് പേര്, സംശാന്നോ അങ്ങനെ എന്തോ ആണെന്ന് കേട്ടോ. അത് കറക്റ്റ് അറിയാൻ പറ്റുന്നില്ല. പ്രൊഫൈൽ ഇടുന്നു നോക്കട്ടെ.
സന്തോഷ് ശാലു കേട്ടോ. ഓ ശരി ശരി. ഞാൻ ഉദ്ദേശിച്ച ഗസ്സിങ് കറക്റ്റ് ആയിരുന്നു കേട്ടോ. വാവയുടെ കല്യാണം എപ്പോഴാണ് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ ചോദ്യം ഈ കമന്റ് വന്നപ്പോഴേ ചോദിച്ചു അവളുടെ അടുത്ത്, മോളെ നിന്റെ കല്യാണം എപ്പോഴാ? എന്റെ കല്യാണത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, ഞാൻ പറയാതെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതോടെ നമ്മൾ ആ ചാപ്റ്റർ ക്ലാസ് ആക്കി വന്നിരുന്നുണ്ട്. അപ്പൊ അവള് സെറ്റിൽഡ് ആവണം. അവക്കിപ്പോ അവിടെ 40,000 ആണ് സാലറി. അവർക്ക് ഇതുവരെ വിസ അടിച്ച് കിട്ടിയിട്ടില്ല. 3 മാസം കൂടുമ്പോൾ ആ കിട്ടുന്ന സാലറി വെച്ചിട്ട് പോയിട്ട് വിസ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ റെന്റ്, ഫുഡ്, ബാക്കി ഒന്നുമില്ല. എന്നിട്ട് അതിൽ നിന്നും മിച്ചം പിടിച്ച് 7,000 രൂപ അമ്മയ്ക്ക് വയ്യാതെ ഇരുന്നപ്പോഴത്തേക്ക് അവിടെ അയച്ചത്. അത് കാരണം അതൊരു വലിയൊരു എമൗണ്ട് ആണ് ശരിക്കും പറഞ്ഞാൽ. അവളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ നമുക്കറിയാം ഇവിടുത്തെ ചെലവല്ല, അവിടുത്തെ ചെലവ് ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ഇന്ന് ഒരുപാട് ഉയരങ്ങളിലിരിക്കുന്ന ഒത്തിരി പേര് നമുക്ക് അറിയാം കേട്ടോ. അവരെല്ലാം ഇതുപോലെ തന്നെ സെയിം പാതയിലൂടെ സ്ട്രഗിൾ ചെയ്ത് പോയവരാണ്. വിസ റിന്യൂ ചെയ്ത് സ്വന്തം ശമ്പളം വെച്ച് റിന്യൂ ചെയ്ത് വലിയ പൊസിഷനിലെത്തിയതാണ്. വിസ കാലക്രമേണ വിസ അടിച്ച് കിട്ടിയതാണ് കമ്പനികളിൽ നിന്നും. അപ്പം ഈ ഒരു വാവച്ചിക്ക് ജോലി കിട്ടുന്നവരെ നമ്മുടെ ആതിര ചേച്ചിയും ഫാമിലി അഭിലാഷേണ്ണൊക്കെയാണ് എല്ലാവരും ഇവിടെയാണ്. അപ്പോൾ അവരുടെ ഫാമിലി എല്ലാവരും ഇവിടെയാണ് വാവച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. ഫുഡ്, റെന്റ് ഒന്നും വേണ്ടായിരുന്നല്ലോ, അവരുടെ വീട്ടിലല്ലേ താമസിച്ചുകൊണ്ടിരുന്നത്. ബാനുക്കുട്ടി അവരായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ അങ്ങ് അവിടുന്ന് മാറിയതാണ്. അത് സ്വന്തം ഇഷ്ടപ്രകാരം മാറിയതാണ്. കാരണം അവളൊരു ജോലി അന്വേഷിച്ച് പോയതാണ്. അവിടെ ചെന്ന് നമുക്ക് സ്വന്തം കാലിൽ നിന്ന് ഉയർന്നു വരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അവള് മാറിയതാണ്. അപ്പം ചേച്ചി വിടത്തില്ലായിരുന്നു. അവിടെ ഡെലിവറി ആയിരുന്നു പിന്നെ ലാസ്റ്റ് ടൈം. അതെ 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 അതെ. അപ്പം അവരെ ഓർക്കുക, അവരെപ്പോഴും ജീവിതകാലം മൊത്തം ആവച്ചിയുടെ ഒരു പ്രവാസ ജീവിതത്തിൽ എപ്പോഴും ആവച്ചി ഏറ്റവും വലിയൊരു ഫാക്ടറാണ് ഫാമിലി കേട്ടോ. ചേച്ചിയും അഭിലാഷി ഏട്ടനും എല്ലാവരും കേട്ടോ. അത് നമ്മുടെ അടുത്താണേലും അങ്ങനെ തന്നെ നമ്മുടെ സ്വന്തമാണ് അവര്. അപ്പം ഇന്ന് വാവച്ചി നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ല ജോലിയിൽ കുറച്ചുകൂടെ നല്ല ജോലിയോ അല്ലെങ്കിൽ വിസ റിന്യൂ ചെയ്തോ കമ്പനി അടിച്ചു കൊടുക്കും. ഓൾറെഡി ആ ചെന്ന സമയം തൊട്ട് ജോലി പലതും കിട്ടിയാണ് ചെന്ന് കയറി വീണ്ടും ഇന്റർവ്യൂസിന്റെ കൂടെ തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കഴിയുമ്പോ അവള് സേഫ് ആയി കഴിഞ്ഞിട്ട് അവള് പറയുമ്പോ അവളുടെ കല്യാണം. അവർക്ക് സമയമായിട്ടില്ല. അവർ രണ്ടുപേർക്ക് കേട്ടോ, കമ്മിറ്റഡ് ആണെന്ന് അറിയാലോ. അപ്പം രണ്ടുപേർക്കും അവര് സേഫ് ആണെന്ന്, ആള് സേഫാണ് കേട്ടോ. അവൻ സേഫാണ്. കാരണം അവൻ നല്ല ജോലിയാണ്, കാര്യങ്ങളെല്ലാം ആണ്, വീട് കാര്യങ്ങളെല്ലാം ആയി, നാട്ടിൽ നല്ല വീട് കാര്യങ്ങളെല്ലാം മേടിച്ചു. അപ്പൊ അവളൂടെ കാരണം പെൺപിള്ളേർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണ്ടത് ദാമ്പത്യ ജീവിതത്തിൽ. ഞാൻ ഏറ്റവും മെയിൻ ആയിട്ട് പറഞ്ഞാൽ ആൺപിള്ളേർക്കും വേണം. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് കാരണം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്മുടെ ഒരു സമൂഹം ആണുങ്ങൾക്കാണ് കൊടുത്തു വരുന്നത്. അതിപ്പം എത്ര അല്ല എന്ന് പറഞ്ഞാലും ആണ്. ഇപ്പം എല്ലാ കുടുംബത്തിലും കാണാം. കോള് വരുന്നത് അതിനിടയ്ക്ക് കടയിൽ നിന്ന് കൊച്ചു വിളിച്ചാണ് കേട്ടോ. യെസ്. അപ്പം എല്ലാ കുടുംബത്തിലും നമ്മൾ കാണുന്നതാണ് അമ്മക്കൊക്കെ ഇത്തിരി പ്രയോറിറ്റി അമ്മമാർ കൊടുക്കുന്നത്. അത് ജോലിയുടെ കാര്യങ്ങളിലായാലും അടുക്കളപ്പണി പെണ്ണ് ചെയ്യണം, അല്ലെങ്കിൽ അവൻ കുറച്ചു നേരം ഇവിടെ കിടക്കട്ടെ, പെണ്ണുങ്ങൾ ചെയ്യണം എന്നൊരു കൺസെപ്റ്റ്. കാരണം അവൾ മറ്റൊരു കുടുംബത്തിൽ കയറി പോയി ജീവിക്കേണ്ടതാണല്ലോ, അവരുടെ അടുക്കളയിൽ പോയി ജോലി ചെയ്യേണ്ടതാണല്ലോ എന്നൊരു കൺസെപ്റ്റ് പണ്ട് തൊട്ടേ നമ്മുടെ ആ ഒരു സമൂഹത്തിൽ വളർന്നു വരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം പെണ്ണിന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാല്യൂ ആണ് പലരും ഇന്നത്തെ തലമുറയും കൊടുക്കുന്നത്. ഇത്രയും ഒരു എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉള്ള ഒരു സമയത്തും എല്ലാവരും കൊടുക്കുന്ന ഒരിത് അത് തന്നെയാണ്. അപ്പം അതെല്ലാം മാറ്റി ചിന്തിച്ച് പെണ്ണുങ്ങൾക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യാനും ഇപ്പം എല്ലാവരും ജോലി ചെയ്യാനായിട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ അതിനകത്ത് സന്തോഷമുണ്ട്. ഇപ്പം എല്ലാ ഫാമിലിയിലും എല്ലാവരും പെണ്ണുങ്ങളെയും ജോലിക്കായിട്ട് വിടും. അവർക്കും ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ വേണ്ടി ഫാമിലീസ് സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഇടയ്ക്കൂടെ നമ്മൾ കാണുന്നുണ്ട് ചില പെൺകുട്ടികളെ ഒന്നിലും ഒരു ഫ്രീഡം കൊടുക്കാതെ. നമ്മളോട് സംസാരിച്ച ഒത്തിരി പെൺകുട്ടികളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് നല്ല നമുക്കറിയാം, പേഴ്സണലി അറിയാവുന്നൊരു പെൺകുട്ടി, അവർ നല്ല ടാലന്റഡ് ആണ്, കലാതിലകമാണ്, ഡാൻസ്, പാട്ട് എല്ലാം അറിയാം. പക്ഷെ അവളെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ അവൾക്ക് ആ പാട്ട് അവളുടെ കഴിവ് മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ ഒന്നും സമ്മതിക്കത്തില്ലാത്ത ആങ്ങളമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട്, അമ്മാവന്മാരും. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, പെൺകുട്ടികൾക്കാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണ്ടത്. ആവശ്യം അതായിട്ട് ആവശ്യം കല്യാണം കഴിക്കട്ടെ. കാരണം നല്ലൊരു ദാമ്പത്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അത് രണ്ടുപേർക്കും കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കും അതുണ്ട്. രണ്ടുപേരും അധ്വാനിക്കുന്നുണ്ട്, രണ്ടുപേരും സമ്പാദിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പിടിച്ചു നിന്ന് പോകുന്നത്. അല്ലെങ്കിൽ ഒരാൾ മാത്രം സമ്പാദിക്കണേ, എൻ്റെ പൈസ വേണം എടുത്തോ, അല്ലെങ്കിൽ ഞാൻ അവളുടെ അടുത്ത് ചോദിക്കണം, അമ്മയുടെ എനിക്കൊരു ജ്യൂസ് മേടിച്ചു തരാം, അല്ല അവൾ എൻ്റെ അടുത്ത് ചോദിക്കണം ഫ്രൂട്ട് സലാഡ് മേടിച്ചു തരാ വെച്ചിട്ടാ. എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കും, കാരണം അതൊരു റെസ്പെക്ടിന്റെ ഭാഗമാണ്, സന്തോഷമാണ്. പക്ഷെ നമ്മൾ ഉള്ളിലൊരു ബോധ്യമുണ്ട്, രണ്ടുപേരും അധ്വാനിച്ചിട്ടാണല്ലോ കഴിക്കുന്നത്.
അത് ആ ഒരു സ്നേഹക്കുറവൊന്നുമല്ല, രണ്ടുപേരും അധ്വാനിക്കണം, രണ്ടുപേർക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, എന്നിട്ട് കല്യാണം കേട്ടോ. അവയുടെ കല്യാണം പറഞ്ഞു കുറേ ആയി, 30 മിനിറ്റ് ആയിരുന്നു തോന്നുന്നു അവയുടെ കല്യാണം വേണ്ടി. രണ്ടുപേരും എൻ്റെ 2 പെൺമക്കളും അപ്പുറത്തെ അടുത്ത് കരഞ്ഞിട്ടുണ്ടല്ലോ. രാവിലെ എണീറ്റാൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ സ്വപ്ന എനിക്ക് സ്പീഡ് വായിച്ചോടാ കേട്ടോ. സ്വപ്ന സജീവൻ, സബിന്റെ അമ്മയ്ക്ക് എന്താണ് പറ്റിയത്? സബിന്റെ അമ്മയ്ക്ക് ചെറിയ വയ്യാഴികയായിരുന്നു. അത് കഴിഞ്ഞ ദിവസം അന്ന് ഇത്തിരി സീരിയസ് ആയിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നില്ല, നമ്മൾ ഷോപ്പിലായിരുന്നു. ഇതാണ്ട് എൻ്റെ ഈ ഫോൺ ഇതിനകത്ത്, ഇതാണ്ട് ഈ ഫോൺ പൊട്ടിപ്പോയി, മൊത്തം പൊട്ടിപ്പോയിട്ട് എൻ്റെ ഫോൺ. ഈ ഫോണ് ഇതിനകത്താണ് എൻ്റെ വാട്സപ്പ്. എനിക്ക് ഒരു നമ്പരേ ഉള്ളൂ, 88 48 65 61. ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് ഒറ്റ സിം ഇതിനകത്ത് ഇടാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഒരു വാട്സപ്പേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്താണ് മെസ്സേജ് ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ ഈ സാധനം എൻ്റെ ഇല്ലായിരുന്നു. എൻ്റെ ഈ എൻ്റെ മുഖത്തോട്ട് ഫ്ലാഷ് അടിച്ചു വെച്ചിരിക്കുന്നത് ഈ ഫോണേ ഉള്ളായിരുന്നു. അത് കുഞ്ചൂസിൻ്റെ കടയിൽ നമ്മുടെ മറ്റേണിറ്റിക്കിൻ്റെ. അപ്പം ഞാൻ ഇതിനകത്ത് മറ്റേണിറ്റി കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അറിഞ്ഞില്ല ഇതിനകത്ത് മെസ്സേജ് വന്നത്. കുഞ്ചൂസിൻ്റെ ഫോൺ, കുഞ്ചൂസിന് വാട്സപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വാട്സപ്പ് ഉണ്ട്. ആ ഫോൺ കുഞ്ചൂസിന് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഐഫോൺ കുഞ്ചൂസിന് എടുത്തു കൊടുത്തത്. പിന്നെ കുഞ്ചൂസ് മറ്റേ ഫോൺ വീട്ടിൽ വെച്ചേക്കുക. കാരണം അതിനകത്ത് ഒരുപാട് ഡേറ്റയും കാര്യങ്ങളും ഉണ്ട്. അത് നമുക്ക് ഈ ഐഫോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഡാറ്റ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാതെ അവിടെ തന്നെ വെച്ചേക്കുക. അപ്പൊ അതും വീട്ടിലാണ്, അതിലും എപ്പോഴും നമ്മൾ കയറുന്നില്ല. നമ്മൾ ഇടയ്ക്ക് അതിനകത്ത് നെറ്റോ സിമ്മോ ഒന്നുമില്ല. ഇടയ്ക്ക് വൈഫൈ ഓൺ ആക്കുമ്പോൾ മാത്രമേ അതിനകത്ത് വാട്സപ്പ് കിട്ടുള്ളൂ. പ്രമോഷന് കാര്യം. അപ്പൊ അതിനകത്ത് മെസ്സേജ് ഇട്ട് ഞാൻ കണ്ടില്ല. അപ്പം വൈകിട്ട് അറിഞ്ഞപ്പോഴേ ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴത്തേക്കും സ്വിച്ച് ഓഫ് ആയിരുന്നു അവൻ്റെ ഫോൺ. എല്ലാവരും വിളിച്ച് ഓഫായി പോയി കാണും. പിന്നെ പിറ്റേ ദിവസം ഞാൻ വിളിച്ചപ്പോൾ അവൻ കാര്യം പറഞ്ഞു, വാർഡിലോട്ട് മാറ്റുവാടാ, കുഴപ്പമില്ല, ഇപ്പോൾ ആ റിസ്ക് കഴിഞ്ഞു, അപ്പം ഇപ്പം സേഫ് ആയിട്ടിരിക്കുന്നു അമ്മയും. എനിക്ക് ഇതുവരെ പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ദിവസം ഏറ്റവും മെയിൻ ഒരു ദിവസമായിരുന്നു. പിന്നെ അമ്മ മെയിൻ കിടക്കുകയാണ്. അപ്പം എല്ലാം നമുക്ക് മൊത്തത്തിൽ കുഞ്ഞുങ്ങളായിട്ടാണ് നമ്മൾ ആമീനായിട്ടാണ് കടയിലോട്ട് പോകുന്നത്. പിന്നെ ആമീനെ നഴ്സറി വിട്ടിട്ട് എനിക്ക് 3 മണിക്ക് കറക്റ്റ് സമയത്ത് തിരിച്ചു കൊണ്ടുവരണം. മൊത്തത്തിൽ അങ്ങോട്ട് നമ്മൾ ഒന്നും പറ്റാതെ, അനങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ട് പോയായിരുന്നു. പക്ഷെ എങ്കിലും അത് നമ്മൾ ഓവർകം ചെയ്യുന്നുണ്ട് ഒരുപാട്. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ പോകാൻ വേണ്ടി ഇരുന്നു. ഇന്നലെ കടയിലെ കുഞ്ഞ് വന്നില്ല. അപ്പം നമുക്ക് കടയിൽ നിന്നു ഉച്ച കഴിയുമ്പോൾ 1 മണി കഴിഞ്ഞ് അവിടെ പാസ് കിട്ടത്തുള്ളൂ മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അതിനുശേഷം ചെല്ലണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് അന്നേരം ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പെരുമഴയായവര് പറ്റത്തില്ല. ഇന്നലെ ഓട്ടുണ്ടായിരുന്നു ഇറ്റാമയ്ക്ക്, അങ്ങോട്ട് പോയി. അപ്പം മൊത്തത്തിൽ നമ്മൾ ആ ഇതിലായിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് ഇനിയിപ്പോൾ നമുക്ക് പോകണം. ഇന്ന് സബിന്റെ അടുത്തോട്ട് പോകണം. ഇന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഭംഗിയായിട്ട് അങ്ങോട്ട് പോകണം. അവിടെ പോയി അമ്മേനെ കാണണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമ്മയാണ് കേട്ടോ സബിന്റെ അമ്മ. മക്കളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അമ്മയാണ്. അപ്പം എന്തായാലും ഉറപ്പായിട്ടും അങ്ങോട്ട് പോകണം. യെസ്, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വായിക്കാം കേട്ടോ. അപ്പോൾ അതാണ്, അമ്മ സേഫ് ആയിട്ടിരിക്കുന്നു. ശ്രുതി സുരേഷ് ഒന്നും ചോദിക്കാനില്ല, എത്രയും പെട്ടെന്ന് വീട് പണി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി തുടങ്ങാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ ഉറപ്പായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടക്കുമ്പോൾ നിങ്ങളെ ഉറപ്പായിട്ട് കാണിച്ചുകൊണ്ട് തന്നെ, അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ നമ്മൾ പണിയത്തുള്ളൂ. നമ്മുടെ ഈ ഒരു ഫാമിലിയുടെ എല്ലാവരുടെ അഭിപ്രായത്തിലായിരിക്കും നമ്മുടെ വീട് പണി പൂർത്തിയാകുന്നത് കേട്ടോ. അപ്പം രേഖ, ഒരാൾ ബിസിനസ് ശ്രദ്ധിക്കുക, ഒരാൾ പെർമനന്റ് ജോബിന് ശ്രമിക്കുക, മുമ്പോട്ട് ബിസിനസ് മാത്രം പോരാ, നെക്സ്റ്റ് ഇയർ നിങ്ങൾക്കൊരു വീട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ ഓരോ കാനൻ്റ് ആണ് കേട്ടോ. രേഖ ചേച്ചി 12 ലൈക്കും ഉണ്ട് കേട്ടോ. ഒരാൾ പെർമനന്റ് ജോബിന് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു വിജയം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേരും മനസ്സിലാക്കി, രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്ന ആ ഒരു ബോണ്ടിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ നമുക്കൊരു വിജയം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ ഒരാൾ മാത്രം ബിസിനസ് നോക്കാൻ പറ്റുകയില്ല. കാരണം അവളുടെ കോൺട്രിബ്യൂഷൻസും ഉണ്ട്, എൻ്റെ കോൺട്രിബ്യൂഷൻസും ഉണ്ട്. അതിനകത്ത് ഞങ്ങൾ രണ്ടുപേരെ അടിയ കാര്യങ്ങളുണ്ട്. ഒരു ബേബി സ്റ്റോർ എന്ന് പറയുമ്പോഴത്തേക്കും പുതിയ ട്രെൻഡിനനുസരിച്ച് ഓരോ കാര്യങ്ങളും മാറ്റിക്കൊണ്ടിരിക്കണം. എല്ലാം അതിനനുസരിച്ച് റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. രണ്ടുപേരൂടെ ചെയ്യുമ്പോഴേ അതിന് ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. പിന്നെ പെർമനന്റ് ആയിട്ട് ഒരു ജോലി ഞാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ബിസിനസ് രണ്ടുപേരൂടെ നോക്കിയാലും പോകത്തുള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ല, 5 ദിവസമായിട്ട് വീഡിയോസ് ഇല്ല. കാരണം ഷോപ്പിലോട്ട് കൂടുതൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് യൂട്യൂബ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരെണ്ണത്തിൽ മാത്രം, അതായത് ഒരെണ്ണത്തിൽ നിന്ന് മാറി മറ്റൊന്നിലോട്ട് പോയാൽ മൊത്തത്തിൽ തകർന്നു പോകുന്ന 100% ഉറപ്പാണ്. അപ്പം എന്തായാലും നമ്മൾ വീഡിയോയും ഇടും, കടയിൽ നോക്കും, ആ കൂട്ടത്തിൽ ജോലിയും നോക്കും. വീട് ഉടനെ ഉണ്ടാവട്ടെ. ഷീജ തോമസ്, ഹായ്, ഗോഡ് ബ്ലെസ് യു ഓൾ. സബിന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മ സേഫ് ആയിട്ടിരിക്കുന്ന കേട്ടോ ചേച്ചി, കുഴപ്പമൊന്നുമില്ല. സുനിൽ രേഖ, അപ്പു നമ്മുടെ കുമാരി അമ്മയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് എത്ര രൂപയാണ് അയച്ചു തന്നത്? അത് നമ്മൾ ആ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് മൊത്തത്തിൽ 80,000 മേളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. 80,000 മേളിൽ കയറിയിട്ടുണ്ട്. അത് കറക്റ്റ് എമൗണ്ട് എനിക്ക് എത്രയാണ് ആ സത്യം പറഞ്ഞാൽ അറിയത്തില്ല. കാരണം അപ്പപ്പോൾ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം ഓട്ടമായിരുന്നു. അത്രയൊന്നും അല്ല അയക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള സേവിങ്സ് എല്ലാം തീർന്നു പോയിരുന്നു. അപ്പോൾ അത് അത്ര 80,000 രൂപ. പക്ഷെ അത്
ചെറിയൊരു എമൗണ്ട് ഒന്നും അല്ല നമ്മളെ സംബന്ധിച്ച്. നമുക്ക് ആ ഒരു സമയത്ത് ഏറ്റവും വലിയൊരു ആശ്വാസം ഏകിയതാണ് കേട്ടോ. എനിക്ക് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 70,000 മേലെ 70 അന്നേരം ഞാൻ ഒന്ന് വീഡിയോ ചെയ്തപ്പോൾ അത് കഴിഞ്ഞും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 80 മേളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദി കേട്ടോ. കാരണം അല്ലെങ്കിൽ ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പൊ അടുത്തത് ജയചേച്ചിയാണേ. ഈ കുരിപ്പ് ഭയങ്കര ഇതാണേ. നിങ്ങളുടെ വാട്സാപ്പിൽ ഫിൽറ്റർ ഉണ്ടോ? വാട്സപ്പിൽ ഫിൽറ്റർ ഉണ്ടോ? ആവശ്യമുള്ളവരുടെ മാത്രം മെസ്സേജ് വന്നാൽ മതിയെന്ന്. പ്രത്യേകിച്ച് സുകന്യയുടെ ഫോണിൽ നമ്മളൊന്നും എത്ര മെസ്സേജ് അയച്ചാലും അവൾ കാണില്ല. പക്ഷെ വീഡിയോയിൽ പറഞ്ഞ് കേൾക്കാം, പലരും പേഴ്സണലി മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ചോദിച്ചാണ്. അതുകൊണ്ട് ഇപ്പൊ മെസ്സേജ് ആയിട്ട് ഞാൻ നിർത്തി. വിശേഷങ്ങൾ വീഡിയോയിലൂടെ അറിയുന്നുണ്ട്. കുമാരിയമ്മ പെട്ടെന്ന് എണീറ്റ് നടക്കാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ പിഞ്ചുസിന് വാട്സപ്പ് ഇല്ല. എനിക്കുള്ള ഈ ഒരു നമ്പറിൽ മെസ്സേജ് വരുന്നതാണ് കേട്ടോ. അപ്പൊ അത് എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഓപ്പൺ ആക്കി നോക്കും. അങ്ങനെ പറയുന്നതാണ് കേട്ടോ. അതെ, പിന്നെ ഈ ബിസിനസ് നമ്പർ ഞാൻ നോക്കുന്ന ടൈമില് അല്ലാതെ അമ്മയുടെ ആ സമയത്ത് മെസ്സേജ് അയച്ചവരുടെ കാര്യമാണ് ഞാൻ മെസ്സേജ് അയച്ച് കണ്ടു എന്ന് പറയുന്നത്. അതാണ് ഉദ്ദേശിച്ചിട്ട് ചേച്ചി ഞാൻ എന്തെങ്കിലും കാണുമായിരുന്നു. എനിക്കിട്ട് എന്തെങ്കിലും വെച്ചോണ്ടിരിക്കുന്നത്. അടുത്ത് യൂസറാണ്. യൂസറിന്റെ പേര് നോക്കട്ടെ. സൂര്യാനിജി. കുമാരിയമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ? കുമാരിയമ്മയ്ക്ക് നടക്കാനായിട്ടില്ല. അമ്മയ്ക്ക് വേദനയുണ്ട് നല്ലപോലെ. കുറച്ച് മാസം മുന്നേ യൂട്രസിൽ എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മൾ ആ സർജറിക്കൊക്കെ വേണ്ടിയിട്ട് യൂട്രസ് റിമൂവ് ആക്കി കളയാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. അതിനൊന്ന് മെന്റലി പ്രിപ്പയർ ചെയ്ത് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ വീണത്. അപ്പൊ ഇനി ഉടനെ ഒരു സർജറി നമുക്ക് നടക്കുകയല്ല. അതിപ്പോ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് ഡോക്ടറെ പിന്നെ കണ്ടിരുന്നു കേട്ടോ. നമ്മളിവിടെ ബിലീവേഴ്സിൽ കണ്ടിരുന്നു. അപ്പൊ യൂട്രസ് റിമൂവ് ആക്കി കളയണമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഭാവിക്ക് സുഖമല്ലേ? വാവ സുഖമായിട്ടിരിക്കുന്നു. നല്ല ജോലിയാണോന്ന് ചോദിച്ചാൽ നല്ല ജോലിയാണ്. 40,000 സാലറി ഉണ്ട്. പിന്നെ സാലറി കൂട്ടി കിട്ടുമായിരിക്കാം, നോക്കുന്നുണ്ട്. പിന്നെ വിസ ഇതുവരെ റിന്യൂ ആക്കി കൊടുത്തിട്ടില്ല. അപ്പം നല്ല ജോലിയാണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിസ ഒക്കെ റിന്യൂ ആക്കിയാണ്. നമ്മൾ അവിടെ നിൽക്കണമെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റണമല്ലോ. പിന്നെ മെർലിൻ കുരു കുമാരിയമ്മയ്ക്ക് എങ്ങനെയുണ്ട്? നടക്കാൻ പറ്റുമോ? കുമാരിയമ്മയ്ക്ക് നടക്കാൻ പറ്റുമല്ല. അമ്മയുടെ കാലിൽ ഇപ്പോൾ ഒരു പഴുപ്പിന്റെ ഒരു തടിപ്പ് പോലെ ഉണ്ട്. എനിക്ക് ഇത്തിരി ടെൻഷനാണ്. കാരണം അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ ഡോക്ടർ പറഞ്ഞത് ഉടനെ ഇറങ്ങുമ്പോഴേ പഴുക്കും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പൊ അന്നേ നമുക്ക് കുറച്ച് പേടിയായിരുന്നു മനസ്സിൽ. പഴുത്ത് പൊട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കൊരു ടെൻഷനായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു തടിപ്പ് പോലെ ഉണ്ട്. അപ്പോൾ അമ്മയ്ക്കും ഭയങ്കര പേടിയായി, എല്ലാവർക്കും പേടിയായി. അപ്പം പഴുപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആക്കി വിട്ടു. അപ്പോൾ നടക്കാൻ പറ്റത്തില്ല. നടക്കണമെങ്കിൽ ഡോക്ടർ പറഞ്ഞതിന് ശേഷം കാല് കുത്താൻ പറ്റുള്ളൂ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഡോക്ടർ പറയും. കാരണം നമ്മുടെ ഈ എല്ലിനകത്ത് കമ്പിയിട്ട് അതിനകത്ത് മജ്ജയെല്ലാം അറിയണമല്ലോ. പിന്നെ സ്ക്രൂ ചെയ്തതെല്ലാം ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അപ്പം നമ്മുടെ ശരീരത്തിനോട് ആ കമ്പി പിടിച്ചും വരണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ പറയത്തുള്ളൂ ഡോക്ടർ. അത് കഴിഞ്ഞ് വോക്കറൊക്കെ വെച്ച് പയ്യെ നടക്കാൻ പറ്റും എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ പ്രാർത്ഥിച്ച് നമുക്ക് ഇരിക്കാം. നമുക്ക് കാണാം. ആ സന്തോഷ നിമിഷങ്ങളൊക്കെ ഉറപ്പായിട്ടും കാണാനായിട്ട് ആഗ്രഹിക്കുന്നു കേട്ടോ. എത്രയും പെട്ടെന്ന്. അണ്ണ OX9RP ചേട്ടൻ്റെ LLB പഠിത്തത്തിന്റെ കാര്യം ഉണ്ടായി. 32 പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത്. എൻ്റെ പഠിത്തവും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഉടനെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അടുത്ത രാജി അപ്പു സാൻ കുഞ്ചുസ്. സബിന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? സബിന്റെ അമ്മ ഇപ്പോൾ ഓക്കെ ആയിട്ടിരിക്കുന്നു കേട്ടോ ചേച്ചി. കുഴപ്പമൊന്നുമില്ല. അമ്മയെ വാർഡിലോട്ട് മാറ്റി. കുഴപ്പമൊന്നുമില്ല. ഡോൺ ബോസ്കോ 4960. മെഡിക്കൽ കോളേജിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ 9ാം വാർഡിലുണ്ട് കേട്ടോ അമ്മ. പോയി കാണാം കേട്ടോ. ഡോൺ ബോസ്കോ 4960. ഹായ് അപ്പു കുഞ്ചു, ആമിമോൾ, ലച്ചൂട്ടി, നിങ്ങളെല്ലാവരും ഒരുപാട് ഇഷ്ടമാണ്. കുമാരിയമ്മയ്ക്ക് എങ്ങനെയുണ്ട്? വേദന കുറവുണ്ടോ? അമ്മയ്ക്ക് സുഖമല്ലേ? എല്ലാവർക്കും അമ്മയ്ക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അമ്മയ്ക്ക് വേദനയുണ്ട്, കരച്ചിലുണ്ട് ഇടയ്ക്ക്. പിന്നെ പിള്ളേരും എല്ലാവരും ഉള്ളതുകൊണ്ട് അമ്മ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഭയങ്കര ചൂടാണ് ഇവിടെ. കിടക്കാൻ ഒരു രക്ഷയില്ല. അപ്പം കിടന്നു കഴിയുമ്പോഴത്തേക്കും ദേഹം തുടയ്ക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ദിവസം കുളിക്കാതെ എനിക്ക് ഒരു ദിവസം 5 ആഴ്ചയിലും കുളിക്കണം ഇവിടുത്തെ ഇപ്പോഴത്തെ ചൂടിൽ. കാരണം ഞാനായിരിക്കും വീട്ടിൽ ഏറ്റവും കൂടുതൽ ഡ്രസ്സ് മാറുന്നത്. ഒരു ദിവസം 4-5 ഡ്രസ്സൊക്കെയാണ് ഞാൻ മാറുന്നത്. കാരണം അതുപോലെ ചൂടാ, വേർത്ത് കുളിച്ച്. ഇപ്പൊ പിന്നെ ഭയങ്കര ചൂടായി. ഇവിടെ ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ഇതാ. അപ്പം അതാണ് സംഭവം. അപ്പൊ അമ്മയുടെ അവസ്ഥ ഓർക്കാറുണ്ട്. കാരണം എങ്ങനെ കിടക്കാൻ പറ്റുന്നു എന്നൊരു ചിന്ത വരുന്നുണ്ട്. നമ്മൾ പറയുന്നില്ല, കാരണം അങ്ങനെ ഇവിടെ മനസ്സുറപ്പിച്ചിട്ട്. അപ്പം അടുത്തത് തോമസ് ടീന. അപ്പുവിന്റെ അത് വായിക്കുന്നില്ല. ആരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വായിക്കുന്നില്ല ചേച്ചി. പറ്റത്തില്ല, വയ്യ. അജന്യൊക്കെ അല്ലേ?
ഓ ശരി ശരി. LLBയുടെ കാര്യങ്ങളെല്ലാം പറയാം കേട്ടോ. ത്രിവേണി ദേവി അപ്പു ഒരു ചെറിയ വീഡിയോ എങ്കിലും ഇടണേ. കുമാരിയമ്മ എന്ത് പറയുന്ന വേദന കുറഞ്ഞു. തന്നെ എണീറ്റിരിക്കും കേട്ടോ. തന്നെ എണീറ്റൊക്കെ ഇരിക്കും. കുറച്ച് എക്സസൈസും കാര്യങ്ങളും ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ എണീറ്റിരിക്കണം. കാലുകൾ അനക്കണം, വിരലുകൾ അനക്കണം, കാല് പൊക്കണം, അങ്ങനെ കുറെ പരിപാടികളുണ്ട്. അമ്മച്ചിന്റെ ഞങ്ങളുടെ സൗണ്ട് ഇതിനകത്ത് കേട്ടിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അറിയാം അതിന് ഇങ്ങോട്ട് വേണ്ടി അടുത്തത് ആദി അബി. വാവ എന്നാ വരുന്നത്? വാവയുടെ കാര്യം ഒന്നും അറിയത്തില്ല. വിസ അടിച്ചു കഴിഞ്ഞിട്ട് എന്തായാലും ഒരു വർഷം കഴിയാൻ വരത്തില്ലല്ലോ. 2 വർഷം അതെ, വാവയുടെ വീഡിയോ ഒന്നും ഇടുന്നില്ലല്ലോ. വാവയുടെ വീഡിയോ അവൾ എന്തേലും എടുക്കണ്ടേ അവിടെ? അതായത് അവളും തിരക്കാണ്, ഓടി നടക്കുവാണ്. പിന്നെ അവളോട് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഒരു ഡെയിൻ ലൈഫ് എടുത്തതായിരുന്നു. നിന്റെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടി അടി എന്നൊക്കെ പറഞ്ഞു. വീഡിയോ കോൾ ചെയ്ത് അതെല്ലാം ഇതെല്ലാം കാണിച്ചു തരും. വീഡിയോ എടുക്കുവാണെങ്കിൽ അവള് റോഡ് അടുത്ത് ബിസി ഷെഡ്യൂൾ ആണോ? ജോബിന് കയറിയോ? ആ ബിസി ഷെഡ്യൂൾ ആണ്. അവള് രാത്രിയിലല്ലേ വരുന്നത്. നിമ്മി. അടുത്തത് ആര്യ. വാവ ദുബായിൽ എന്താണ് ജോബ്? അവിടെ പ്രളയം വന്നപ്പോൾ സേഫ് ആയിരുന്നു കേട്ടോ. സേഫ് ആയിരുന്നു, ഇല്ലായിരുന്നു. അടുത്തത് ലവ് ആൻഡ് ലവ് ഓൺലി. ഹായ് അപ്പൂസി കുഞ്ചുസി, എല്ലാവർക്കും സുഖമല്ലേ? കുമാരിയമ്മയ്ക്ക് വേദന കുറവുണ്ടോ? പെട്ടെന്ന് തന്നെ വീടിന്റെ പണികൾ തുടങ്ങാൻ സാധിക്കട്ടെ. വീഡിയോകൾ കാണാറുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചായി കമന്റ് ഇടാറില്ലായിരുന്നു. അമിക്കും ലച്ചുവിനും ഉമ്മ. യെസ്, അമിക്കും ലച്ചുവിനും ഉമ്മ എഴുതേക്കാം. വീടിന്റെ പണിയൊക്കെ എത്രയും പെട്ടെന്ന് നമുക്ക് തുടങ്ങാം. അതൊക്കെ നമ്മളെ വീഡിയോകൾ കാണാം കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഇവ ചില പേര് അടുപ്പിച്ച് വായിക്കാൻ പറ്റുന്നില്ല. ഇവ മെഹക്ക്. നിങ്ങൾ രണ്ടുപേരും ജിമ്മിൽ പോകുന്നതൊക്കെ കണ്ടിരുന്നല്ലോ. എന്ത് പറ്റി ഇപ്പൊ പോവാറില്ലേ? സ്റ്റോപ്പ് ചെയ്യാൻ കാരണം ലീവ് കിട്ടാഞ്ഞിട്ടാണോ? കുമാരിയമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ജിമ്മിൽ പോകാറുണ്ടായിരുന്നു, പിന്നെ എന്റെ ഇടയ്ക്ക് ഒന്ന് സ്റ്റോപ്പായി പോയി. എന്തോ കാര്യങ്ങളുണ്ട്, സ്റ്റോപ്പായി പോയി. എനിക്ക് ഇടയ്ക്ക് സ്റ്റോപ്പായി. എനിക്ക് ആ പെയിൻ ഇതായിട്ട് എനിക്ക് പിന്നെ പോകാൻ പറ്റില്ല. ആ 10 ദിവസം കുറച്ച് ദിവസം പോയി. പിന്നെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്തല്ലോ. ഇനിയിപ്പം നമ്മളിങ്ങനെ നമ്മുടെ പ്ലാൻ എന്താ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. പോണം, ഇനി പോയി തുടങ്ങണം. അതെ, ജിമ്മിൽ പോകുമ്പോൾ ഒരു വേദന ഒരിക്കലും ഉണ്ടാവത്തില്ല കേട്ടോ. ആ വേദന ഉള്ളത് മാറത്തേ ഉള്ളൂ. എനിക്ക് ആ ജിമ്മിൽ പോയി വരുന്നത്, എനിക്ക് ജിമ്മിൽ സാധാരണ ജിമ്മിൽ ഫസ്റ്റ് ഡേ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊങ്ങാൻ പറ്റത്തില്ല എന്നോട്. ഞാൻ അത് പേടിച്ചാണ് പോയത്. തിരിച്ചിറങ്ങി വരാനൊന്നും പാടില്ല, ബിക്കോസ് കാരണം കണ്ടിന്യൂസ് ആയിട്ട് പോയതുകൊണ്ട് വേദന അടുത്ത ക്വസ്റ്റ്യൻ അവരുടെ ലച്ചൂട്ടൻ എന്തൊക്കെയാണ് ഇപ്പൊ കഴിക്കുന്നത്? ലച്ചൂട്ടൻ ഇപ്പൊ അത്യാവശ്യം എല്ലാം കൊടുക്കുന്നുണ്ട്. ചിക്കനും മുട്ടയൊന്നും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. തുടങ്ങിയല്ലേ ഉള്ളൂ. ചെറുതായിട്ട് മുട്ടയൊക്കെ കൊടുത്തായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ടെസ്റ്റ് ചെയ്തു. ബാക്കിയെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രവീൺ ഹലോ അപ്പൂസ് കുഞ്ഞൂസേ, സുഖല്ലേ? നിങ്ങളെ കാണാൻ സുഖാണേ. നിങ്ങളെ കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം. ദൈവം ഓരോ പ്രശ്നം തീരുമ്പോൾ അടുത്ത ദിവസം പരീക്ഷിക്കുകയാണല്ലോ. സാരമില്ല, എല്ലാം ശരിയാവും. കൃഷ്ണമാരെ ദൈവം പരപോലെ വളർത്തുമെന്ന് കേട്ടിട്ടല്ലേ? നിങ്ങളുടെ ഷോപ്പ് എല്ലാം എങ്ങനെ പോകുന്നു? ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് ഓരോ പരീക്ഷകളിലും നമ്മൾ വീണ് പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് കയറി വരും തോറും നമ്മൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളിപ്പോൾ ചിരിച്ചുകൊണ്ട് സത്യം പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും പരിസ്ഥിതിയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, അത്രയും ടൈറ്റിൽ കാര്യങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ദൈവം എത്രത്തോളം സ്ട്രോങ് ആക്കി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. കാരണം നമ്മൾ ഒരുപാട് അടിച്ചമർത്തിയവരും ഒരുപാട് നമ്മളെ തള്ളിപ്പറഞ്ഞവരും ഒക്കെ ഉണ്ട്. നുണകളുടെ കൂമ്പാരം കെട്ടിവെച്ചവരൊക്കെ ഉണ്ട്, നമ്മളെ രക്ഷപ്പെടുത്തിയവരൊക്കെ ഉണ്ട്. അപ്പം അവിടെ നിന്ന് നമ്മൾ ഈ ഉയർത്തെണീറ്റ് ഇന്ന് ഈ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വലിയൊരു ശക്തിയാണ്. അപ്പോൾ ഷോപ്പ് നന്നായിട്ട് പോകുന്നു കേട്ടോ. ഷോപ്പ് നന്നായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ ഇപ്പം ആ ഓണം ഇത് വിഷു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി അതിൻ്റെതായിട്ടുള്ള ഒരു ഡല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും പിടിച്ചു നിന്ന് നമ്മൾ പോകും കേട്ടോ. അടുത്തത് മൈക്കുട്ടീസ്. ആമിക്കുട്ട, ലച്ചുക്കുട്ടിയെ, ചക്കര ഉമ്മ, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പഠിച്ചവൻ എത്രയും പെട്ടെന്ന് നിറവേറ്റി തരട്ടെ. കുരാരിക്കും എത്രയും പെട്ടെന്ന് എണീറ്റ് നടക്കാൻ സാധിക്കട്ടെ. ചേച്ചിയുടെ നാവ് പൊന്നാവട്ടെ. ചക്കരക്കുട്ടിയെ കുമ്പോ എടുത്തേക്ക് കേട്ടോ. രണ്ടുപേരും അപ്പുറത്തുണ്ട്. രാവിലെ നമ്മളെ കാണണം. അപ്പം വെളുപ്പിന് 9:28 കേട്ടോ. അപ്പം രാവിലെ ഞങ്ങളോട് കുറച്ചു നേരം കിടക്കണം. നിഷാരാജ്, ഇത്രയും പ്രതിസന്ധികൾ കടന്നു വന്ന നിങ്ങൾക്ക് ഒരു ബിഗ് സലൂട്ട് വിഷയമുള്ള ദിവസം. താങ്ക് യു ചേച്ചി. ജിൻസി, ഷിബു മോൻ, അപ്പുവിന്റെ വക്കീൽപ്പെടുത്തം എന്തുവായി? മുടിയുള്ള കുഞ്ചുനെയാണോ ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈൽ കുഞ്ചുനെയാണോ അപ്പുവിന് ഇഷ്ടം? എനിക്ക് ഹെയർ സ്റ്റൈലാണ് ഇഷ്ടമായത്. കുറച്ചുകൂടി വണ്ണം വെച്ചത് സൂപ്പർ. എന്റെ വക്കീൽപ്പെടുത്തൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ മുടിയുള്ള കുഞ്ചുനെയാണോ ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈൽ? എനിക്ക് പേഴ്സണലി പറയുവാണെങ്കിൽ
എനിക്ക് ഏറ്റവും ഞാൻ അവളുടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈലാണ് ഈ ഹെയർ സ്റ്റൈൽ. അത് തീരെ പറ്റിയല്ല, പക്ഷെ ഈ ഹെയർ സ്റ്റൈൽ ഇപ്പൊ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്റെ കൂടെ നടക്കുമ്പോഴത്തേക്ക് ഒരു ചട്ടപ്പിച്ച് ഇറക്കാൻ എന്റെ കൂടെ നടക്കുന്ന ഫീൽ ചെയ്യുന്നു. എനിക്കൊരു ധൈര്യം ഉണ്ടാകുന്നു. പുറത്തോട്ടൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഞാൻ ഇത്തിരി ഷൈ ആണ് ഒന്നാമത്തെ കാര്യം. ഇപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അവിടെ നോക്കുന്നുണ്ട്, ഇവിടെ നോക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് ഇങ്ങനെ വളാതെ പറയും. പക്ഷെ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും ബസ്സിൽ ആൾക്കാർ എന്നെ നോക്കി വറുത്ത് ചിരിക്കും. അത് എനിക്ക് ഇങ്ങനെ നാടാണ് കേട്ടോ. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഞാൻ കാണുന്ന അവര് ബസ്സിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒന്നാമത് എനിക്ക് ഹൈറ്റ് ഇത്തിരി ഉള്ള ഇങ്ങനെ കൂരിയാണ് നടക്കുന്നത് എല്ലാവരും പറയും. അപ്പൊ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ എന്റെ കൂടെ ഒരു ചട്ടം വെച്ചിറക്കാൻ മുന്നിൽ പോകുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് ആണ്. അപ്പൊ ഞാൻ നെഞ്ചി ഉയർത്തി പിടിച്ചോണ്ട് നടക്കും, വിരിച്ചുകൊണ്ട് നൽകാറുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി ഇപ്പത്തെ ഹെയർ സ്റ്റൈലാണ് സത്യം പറഞ്ഞാൽ ഇഷ്ടം. എനിക്കത് എന്താ അത് വേണ്ട, ഇവിടെ നിന്ന് വെച്ച് നിർത്താം. നമുക്ക് കുറച്ച് വണ്ണം വയ്പ്പിക്കണം. ഇപ്പൊ ഇത്തിരി വണ്ണം വെച്ചിട്ടുണ്ടോ അവിടെ? ഇത്തിരി വണ്ണം വയ്ക്കുന്നുണ്ട്. അമ്പിളി ശ്രീനിവാസ് സബ്ജേട്ടൻ അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മ സേഫ് ആയിട്ടിരിക്കുന്നു കേട്ടോ. ജിഷിത മണികണ്ഠൻ വാവയ്ക്ക് സുഖമാണോ? നിങ്ങൾ ആ വീടിന്റെ വസ്തു ഒന്ന് നോക്കൂ, എപ്പോഴും പ്രോബ്ലം ആണല്ലോ. പറ്റുമെങ്കിൽ വീട് മാറാൻ ട്രൈ ചെയ്യൂ. കുഞ്ചുസിനെ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളെയും അതുകൊണ്ട് പറഞ്ഞതാ. ഒന്നും വിചാരിക്കല്ലേ. നമ്മൾ അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല. കാരണം നമ്മൾ ഒരു വാടക വീട്ടിലാണ്. നമ്മൾ എവിടെ പോയാലും ഇത് തന്നെയായിരിക്കും. നമ്മുടെ സമയദോഷം എന്ന് മാത്രമേ നമുക്ക് അതിൽ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ നിന്നവരും എല്ലാവരും രക്ഷപ്പെട്ട് പോയിട്ടുള്ളവർ തന്നെയാണ് ഇവിടെ നിന്നിട്ടുള്ളവരും. അപ്പം വീടിന്റെ നമ്മളതിനിപ്പം 11 മാസമാണല്ലോ എഗ്രിമെന്റ് വെക്കുന്നത്. 11 മാസം കഴിയുമ്പോൾ നമുക്ക് പറ്റുവാണെങ്കിൽ നിൽക്കും. നമ്മുടെ വീട് പണി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ നിൽക്കും. പിന്നെ വീട് മാറുന്നത് നമുക്ക് മാറുന്നതൊന്നും ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ല. നമുക്കിപ്പോൾ ആപ്റ്റായിട്ടുള്ള എനിക്ക് മനസ്സിലാണെങ്കിൽ ഒരു വീടാണ് അത് പറഞ്ഞത്. അപ്പം ഇവിടെ തന്നെ നമ്മൾ ആ വീട് പണി വരെ ഒക്കെ നിൽക്കണമെന്നാണ് ആഗ്രഹം. അപ്പം കുട്ടീസിനെ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളെയും. താങ്ക് യു ചേച്ചി. വേറെ ഒന്നും വിചാരിക്കില്ല നമ്മൾ പറയണം. കാരണം നമുക്ക് ഒരു പെട്ടെന്നൊരു ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് ചിലവാണ്. വണ്ടിക്കൂലി, നമ്മൾ ഈ സാധനങ്ങളെല്ലാം എടുത്തിട്ട് പോകണ്ടേ. ആളുകളെല്ലാം പിന്നെ എന്ത് ചെയ്യും, ഒന്നും പറ്റത്തില്ലല്ലോ. സിനി ഡേവിഡ് യെസ് ഹായ് അപ്പു കുഞ്ചു സുഖമല്ലേ? എന്താണ് വീഡിയോസ് ഇടാൻ ഇത്ര മടി? മുന്നോട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടല്ലോ. അപ്പു കടയിലെ ലാഭം മാത്രം പോരാ, മക്കളുടെ പഠനം, പിന്നെ ഒരു കൊച്ചു വീട് ഇതാ എന്ന് പറയുന്ന പോലെ മക്കൾ പെട്ടെന്ന് വളരും. അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം. എന്തിനും പണം ആവശ്യമാണ്. കഴിവതും വീഡിയോ കൂടി ഇടാൻ ശ്രമിക്കുക. കുമാരിയമ്മയ്ക്ക് എങ്ങനെയുണ്ട്? വാവ എന്ത് പറയുന്നു? സുഖമാണ്. വാവയെ കണ്ടിട്ട് കുറേയായി, ഒന്ന് കാണിക്കണേ. ഈ കുമാരിയമ്മ രാവിലെ എണീറ്റത് ആശുപത്രിയിൽ ആയപ്പോൾ നിങ്ങളെ പല വിധത്തിൽ വേദനിപ്പിച്ചവരുണ്ട്. അവർക്ക് തിരിച്ച് മറുപടി കൊടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ സന്തോഷം മുന്നോട്ട് പോയതിൽ ഒത്തിരി അഭിമാനം തോന്നി. നല്ലതേ ഒരു പ്രാർത്ഥനയോടെ. ഒത്തിരി സന്തോഷമേ. വാവിച്ച് കാണിക്കാവേ, വാവിച്ച് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇപ്പൊ രാവിലെ എണീറ്റേണ്ടതായിട്ടുള്ള പ്രശ്നമാണ്. സാധാരണ തുമ്മലാണ്, മൂക്ക് ചൊറിയുന്നുണ്ട്. ഒരെണ്ണം മുഖത്ത് വെട്ട കിട്ടാൻ വേണ്ടിയിട്ട് വേറെ കാര്യം ഇവരൊക്കെ മൂക്ക്. അമ്മ ഒത്തിരി സന്തോഷം. നമ്മളിങ്ങനെ തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ. പിന്നെ വീഡിയോസ് ഇടാം, ഉറപ്പായിട്ട് ഇടാം. അമ്മ മെസ്സേജ് ഇടുന്നതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ടൊന്നും പറ്റുന്നില്ല. കാരണം അതുമാത്രം ഓട്ടോ ആയതുകൊണ്ടാണ് കേട്ടോ ആർക്കും മെസ്സേജ് ഒന്നും ഇടാത്തത്. അമ്മയും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു സബിൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അത് മാത്രം മറുപടി കൊടുക്കാൻ എനിക്ക് സമയം കിട്ടിയുള്ളായിരുന്നു. അടുത്തത് റീന മോൾക്കുര്യൻ ഹായ്. കുമാരിയമ്മയ്ക്ക് മക്കളും സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. പാറു ലവി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ ഫാമിലി വീട് പണി എന്തോ ആയി? വീട് പണി ഒന്നും ആയിട്ടില്ല, എന്നെ ഉടനെ കാണിക്കാം. ഇറ്റ്സ് മീ അഞ്ചു. അപ്പുചേട്ടാ ചേട്ടന്റെ പഠിത്തം എവിടെയായി? അമ്മയുടെ ലക്ഷ്യത്തിന്റെ ഉമ്മ പഠിത്തമൊക്കെ നടക്കുന്നുണ്ടാവായിരിക്കും. ഉറപ്പായിട്ടും ബാക്കി അപ്ഡേഷൻസ് ഒക്കെ ഉടനെ അറിയിക്കാം കേട്ടോ. സനിൽ പ്രസാദ് അമ്മു ചോദ്യങ്ങളൊന്നുമില്ല, കുമാരിമ്മയുടെ അന്വേഷണം പറയണം. ആമിക്ക് ലക്ഷ്യനും ഉമ്മ ഉറപ്പായിട്ട് കേട്ടോ കൊടുത്തേക്കാം. അഞ്ജലി അജിത 8105 വക്കീൽ പഠിത്തം എന്തായി? ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു? അതെല്ലാം ഉടനെ അറിയിക്കാം കേട്ടോ. ചിഞ്ചു ജോബിൻ ഹായ്. അമൽ കുഞ്ചു ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾ ഒരു ഹായ് പറയോ? ഹായ് ചേച്ചി. ഹായ്. രാഗിനി നമ്പ്യാർ ഹായ്. അമ്മയാണ്. ഹായ് അപ്പു കുഞ്ചു. ഒന്നും ചോദിക്കാനില്ല മക്കളെ, നിങ്ങളുടെ വീട് പണി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് വാടക വീട്ടിൽ നിന്ന് മാറി താമസിച്ചാൽ മതി. അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം. അമ്മ എന്നും പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. അമ്മിമോളും ലച്ചൂട്ടനും ചക്കര ഉമ്മ കൊടുത്തേക്കണേ. കുമാരിക്ക് വേദന കുറഞ്ഞ് പെട്ടെന്ന് നടക്കാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ചിറ്റാമി അന്വേഷണം പറയണേ. ഒത്തിരി സ്നേഹത്തോടെ അമ്മ. ഉറപ്പായിട്ടും പറയാം കേട്ടോ ചിറ്റാമി അന്വേഷണം. ഹാപ്പി ഫാമിലി 3281
ഹായ് ഡിയെ, സുഖമാണോ? ഷോപ്പ് എങ്ങനെ പോകുന്നു? ഷോപ്പ് നന്നായിട്ട് പോകുന്നു. എന്റെ ഹസ്ബൻഡ് വീഡിയോ ഒന്നും കാണാറില്ല, എന്നാലും ഞാൻ പറഞ്ഞു നിങ്ങളെ ഇപ്പോൾ നന്നായി അറിയാം. എപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങളെ പോലെ ഒരു ഷോപ്പ് തുടങ്ങണം എന്നുണ്ട്. സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റ് എത്രയാവും? പേഴ്സണലായി ചോദിക്കണം എന്നോർത്താ, പക്ഷെ നിങ്ങൾ വാട്സപ്പ് നോക്കില്ലെന്നോർത്ത് ഇവിടെ വന്ന് ചോദിക്കുന്നു. ഞങ്ങൾ ബാംഗ്ലൂരാണ്. നിങ്ങൾ എവിടെ കടയിലേക്കുള്ള ഐറ്റം പർച്ചേസ് ചെയ്യാറ്? നാട്ടിൽ തന്നെയാണോ? ബാംഗ്ലൂർ കുറച്ചുകൂടെ കുറഞ്ഞ പ്രൈസ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം കുറച്ചു പേർ ആഗ്രഹമാണ് ഷോപ്പ് തുടങ്ങണമെന്നൊക്കെ ഉള്ളത്. നമ്മൾ ഏറ്റവും ലോയിൽ നിന്ന ആൾക്കാരാണ്. നമുക്കൊന്നുമില്ലാതെ ഒരു സ്വപ്നം മാത്രമായിട്ട് നിന്നൊരു ഇതായിരുന്നു ഷോപ്പ്. പിന്നീട് ഗ്രാജുവലി നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനവും കാര്യങ്ങളൊക്കെ നല്ലപോലെ കിട്ടി തുടങ്ങിയപ്പം നമുക്കൊരു ഷോപ്പ് തുടങ്ങിയാലോ എന്നൊരു ആഗ്രഹം വെച്ചിട്ട് ഞാൻ ആദ്യം പോയത് ലബക്കടയിൽ മണ്ണിലോട്ടാണ്. ഇടുക്കിയുടെ ലബക്കട മണ്ണിൽ പോയിട്ട് അവിടെ പോയി അഡ്വാൻസും കൊടുത്ത് ഷട്ടറും എല്ലാം ഉറപ്പിച്ച് അവിടെ ബേബി സ്റ്റോർ അവിടെ തുടങ്ങിയതും സത്യം പറഞ്ഞാൽ പൊട്ടിപ്പോയേനെ. കാരണം അവിടെ ബേബി സ്റ്റോർ ഒന്നും ഇന്ന് ആ സെറ്റ് അതിനുള്ള സെറ്റപ്പ് ആയിട്ടില്ല. വലിയൊരു കടയുള്ള ബേബി സ്റ്റോർ പോലും നമ്മൾ പറഞ്ഞിട്ടുള്ളത് അവിടെ ആരും ഇതുപോലൊരു സ്റ്റോറേജ് എടുക്കുന്നില്ല. കാരണം പ്രൈസ് ഒക്കെ തീരെ കുറവാണ്. എന്നിട്ട് പോലും ആർക്കും താല്പര്യമില്ല. കാരണം ഒരു തുണിക്കടയാണ് എല്ലാവർക്കും ഇപ്പോഴും ഇതാവുന്നത്. കാരണം കുഞ്ഞുങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് പോകുമ്പോഴത്തേക്കും എന്താ ഉൾക്കൊള്ളാൻ പ്രൈസും കാര്യങ്ങളും ഇപ്പം നമുക്കാണേലും പ്രൈസ് കാര്യങ്ങൾ ഇപ്പം നല്ല ഇപ്പം ചങ്ങനാശ്ശേരി ഓക്കെയാണ്, പെർഫെക്റ്റ് ഓക്കെയാണ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ നല്ല സിറ്റികൾ നോക്കുക. ഇപ്പൊ കട്ടപ്പനയൊക്കെ ഓക്കെ ആയി വരുന്നു കേട്ടോ, ഓക്കെ ആയി വരുന്നു. പിന്നെ എന്താ ഷോപ്പ് തുടങ്ങാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും ഒരു അഡ്വാൻസ് കൊടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഷോപ്പിന്റെ റെന്റും അഡ്വാൻസും. അഡ്വാൻസ് എന്ന് വെച്ചാൽ സെക്യൂരിറ്റി. അത് ഓരോ സ്ഥലത്തിനനുസരിച്ച്. ഇപ്പം ചങ്ങനാശ്ശേരി ആണെങ്കിൽ ഒരു കോമൺ ആയിട്ട് ഞാൻ പറയാം, അല്ല ഒരിതായിട്ട് പറയാം, എങ്ങനെ പോയാലും ഒരു സെക്യൂരിറ്റി ഒരു 10 ലക്ഷം രൂപയും റെന്റ് ഒരു 50 to ഒരു 70 ഒക്കെ നോക്കി. ഒരു എന്തുമായാലും ബേബി സ്റ്റോർ ആണ്. ഇപ്പൊ നമ്മളെ കുഞ്ഞു ഷോപ്പാണ് ബേബി. നമ്മുടെ ഒരു 450 സ്ക്വയർ ഫീറ്റേ ഉള്ളൂ. പക്ഷേ 450 സ്ക്വയർ ഫീറ്റ് ചങ്ങനാശ്ശേരിയിൽ റെന്റിന് കിട്ടണമെങ്കിൽ ഒരു 60 രൂപ 70 രൂപ വേണം. ഒരു 150 സ്ക്വയർ ഫീറ്റിന് പോലും ചോദിക്കുന്നത് ഡെയിലി 1000 രൂപയാണ് റെന്റ് ചോദിക്കുന്നത്. സെക്യൂരിറ്റി 5 ലക്ഷമാണ് ചോദിക്കുന്നത്. അത് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു അത്യാവശ്യം ഒരു ബേബി സ്റ്റോർ തുടങ്ങണേ ഒരു 900 സ്ക്വയർ ഫീറ്റ്, ഒരു 1000 സ്ക്വയർ ഫീറ്റ് തന്നെ വേണം. കാരണം അത്യാവശ്യം ടോയ്സും കാര്യങ്ങളും എല്ലാം വെക്കണം, ഡ്രസ്സെല്ലാം ഹാങ് ചെയ്യാനുള്ള സ്ഥലം. 450 പോരാ, നമ്മുടെ അത്രയും ഷോപ്പ് പോരാ. കാരണം ഒരു 2 പേര് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്ങലാവും. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്, പക്ഷെങ്കിൽ അത് ഇടാനായിട്ടുള്ള സ്ഥലം, അതായത് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള സ്ഥലമില്ല. അപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റിലും വേണം. ഒരു 1000 സ്ക്വയർ ഫീറ്റ് കട ഇവിടെ റെന്റിന് വേണമെങ്കിൽ ഒരു 1 ലക്ഷം രൂപ 140 ഒക്കെയാണ് ചോദിക്കുന്നത്. ചങ്ങനാശ്ശേരി സെന്ററിൽ ഇപ്പം കിടപ്പുണ്ട് ഒരു ഷട്ടർ 1,40,000 രൂപ ഉള്ളൂ. ഒരു 1,40,000 രൂപ റെന്റ് മാത്രമേ ഒരു മാസം കേട്ടോ. അപ്പൊ 1,40,000 രൂപ റെന്റ് ഉള്ളൂ. സെക്യൂരിറ്റി 30 ലക്ഷം ഒക്കെ ചോദിക്കത്തുള്ളൂ കേട്ടോ. അത്രയും ഞാൻ മനസ്സിലാക്കി തളർത്തി വിടുമല്ല. നമ്മള് ചങ്ങനാശ്ശേരിയിൽ എല്ലാ കടയിലും അത്യാവശ്യം എല്ലാ കടയിലും നല്ല കച്ചവടം ഉണ്ട്. എല്ലാ കടയും ഒരേപോലെ നല്ല അത്യാവശ്യം നല്ലവണ്ണം പോകുന്നത്. കച്ചവടം വരുമ്പോൾ എല്ലാവർക്കും ഉണ്ട്, കച്ചവടം ഇല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ കച്ചവടം. അങ്ങനെയാണ് ചങ്ങനാശ്ശേരി പോകുന്നത്. അതെ. അപ്പം തുടങ്ങുമ്പോൾ ചെറുതായിട്ട് തന്നെ തുടങ്ങുക. ഇപ്പൊ നമ്മളെപ്പോലെ തുടങ്ങുന്നവർ അങ്ങനെ തന്നെ തുടങ്ങുക. ചെറിയൊരു ഷട്ടർ മാക്സിമം എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നമ്മുടെ റെന്റ് കുറവായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് തുടക്കത്തിൽ ആ ഒരു സെക്യൂരിറ്റി നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട്. അതും നമുക്ക് പറ്റുന്ന ഒരു എമൗണ്ട് ചെയ്യണം. പിന്നെ വരുന്നതാണ് പിന്നെ അടുത്ത പ്രൊസീജിയർ വരുന്നതാണ് കടയുടെ ഇന്റീരിയർ ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഏകദേശം 5 ലക്ഷം രൂപ അടുത്തൊക്കെ ആയിട്ടുണ്ട് ഇന്റീരിയർ ചെയ്യാൻ വേണ്ടി, മൊത്തത്തിൽ ആയിട്ടുണ്ട്. അപ്പം അത് വലിയൊരു ഫാക്ടറാണ് ശരിക്കും. നമുക്ക് 450 സ്ക്വയർ ഫീറ്റ് തന്നെ അത്രയും ചെയ്യണമെങ്കിൽ ഗ്ലാസിനൊക്കെ ഒടിഞ്ഞ പൈസയാണ് കേട്ടോ. 10 പോലെ പൈസയാണ് ഗ്ലാസിന്. ഗ്ലാസ്, സ്റ്റീല് എല്ലാം നല്ല പൈസയാണ്. പിന്നെ നമുക്ക് ഭാവിയിൽ ഉപയോഗിക്കാം, അതാണ് ഗ്ലാസ് ഉപയോഗിച്ചാൽ. ഈ ഒരു മൾട്ടിവുഡിന്റെ ഒരു ഷീറ്റിന് 5,500 രൂപയാണ് നമുക്ക് നമ്മൾ ആ വൈറ്റ് ഷീറ്റ് ഒക്കെ ചെയ്തേക്കുന്നത്. അപ്പൊ അതുപോലത്തെ എത്ര ഷീറ്റ് എടുത്തിട്ടുണ്ടെന്ന് അറിയാം. അപ്പം ഇന്റീരിയർ നല്ലപോലെ മനസ്സിൽ പഠിച്ചിട്ട് നല്ല ഐഡിയക്ക് ഒരിടത്ത് കണ്ടിട്ട് നല്ലതായിട്ട് അറിയാവുന്ന ഒരാളെ വെച്ചിട്ട് ഇന്റീരിയർ ചെയ്യണം. ഒത്തിരി പൈസ അതിലോട്ട് ഇറക്കല്ല. ഒരു 1000 ഒക്കെ ആണെങ്കിൽ ഒരു 2 ലക്ഷം രൂപയ്ക്കൊക്കെ തീരുന്ന രീതിയിൽ സിമ്പിളായിട്ട് ഇന്റീരിയർ ചെയ്തിട്ട്. കാരണം ഭിത്തി നമുക്ക് ഇന്റീരിയറിന് പൈസ ആയതെന്നു വെച്ചാൽ ഒരു സൈഡ് നമുക്ക് ഭിത്തി അല്ല, മറ്റേ ആ ബോർഡ് അടിച്ചേക്കുന്നത്. അപ്പം സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റുമല്ല. അതുകൊണ്ടാണ് നമുക്ക് എക്സ്ട്രാ സ്റ്റീലൊക്കെ ചെയ്യേണ്ട വന്നത്. ഈ ഭിത്തി ആണെങ്കിൽ ചെറിയൊരു സാധനം ഇട്ടിട്ട് അതിനകത്തോട്ട് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് എളുപ്പം. അപ്പോൾ ഒരുപാട് പരിപാടികളുണ്ട്, എല്ലാം നല്ലപോലെ അന്വേഷിക്കണം. പിന്നെ ഷോപ്പിലോട്ട് സാധനം ഇറക്കണം. ഷോപ്പിലോട്ട് സാധനം ഇറക്കണമെങ്കിൽ എങ്ങനെ പോലെ ഒരു 20 ലക്ഷം രൂപയും വേണം കുറഞ്ഞത് പറയുക. നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾ വലിയ പൈസക്കൊന്നും അല്ല തുടങ്ങിയത്. ആ തുടക്കത്തിൽ നമ്മുടെ കടയിൽ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഗ്രാജുവലി ഉണ്ടായതനുസരിച്ച് കയറ്റി വെക്കുമായിരുന്നു. അത് തുടക്കത്തിൽ മനസ്സിലെ ശരിക്കും പറഞ്ഞാൽ കടയിൽ ഒത്തിരി സാധനമില്ല. പക്ഷെ ഇപ്പോഴും തുടക്കം നമ്മുടെ കടയിൽ വന്നവരൊക്കെ ഇപ്പൊ റീസെന്റ് വന്നു പോയവരൊക്കെ പറഞ്ഞു
ഇവിടെ ഇതിൽ കൂടുതൽ സാധനം ഉണ്ടായെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ നമ്മളെ ഉണ്ടായിരുന്നു നമുക്ക് ഒരു തോന്നല തുടക്കത്തിൽ സാധനം കുറവായിരുന്നു, സെലക്റ്റീവ് ആയിട്ട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ചിലടത്ത് അന്വേഷിച്ചാൽ കിട്ടത്തില്ലാത്ത സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം കട തുടങ്ങുക എന്നുള്ളത് വലിയൊരു പ്രൊസീജിയറാണ്. പിന്നെ അത് സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതും വലിയൊരു പ്രൊസീജിയറാണ്. ഇതിനകത്ത് പിടിച്ച് നിൽക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു പ്രൊസീജിയറാണ്. കാരണം അടുത്ത 6 മാസത്തേക്ക് ഒരു പ്രോഫിറ്റോ കാര്യങ്ങളോ നിങ്ങൾ ആഗ്രഹിക്കില്ല. കാരണം നമ്മൾ മുടക്കി നമ്മൾ തിരിച്ച് പിടിക്കണം. അത് ഒത്തിരി പാടാണ്. നമ്മൾ മുടക്കി അത്രയും പൈസ തിരിച്ച് പിടിച്ചതിന് ശേഷമല്ലേ നമുക്ക് ബാക്കി അതിനകത്ത് എന്തെങ്കിലും പ്രോഫിറ്റോ കാര്യങ്ങളോ കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്ന് നമ്മൾ അത് അച്ചീവ് ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും. അത് ആ സമയം കൊണ്ട് ഇട്ടിട്ട് പോകുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പരാജയപ്പെട്ടു പോകും. അപ്പം ഷോപ്പിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ്, പേടിപ്പിച്ചതല്ല. കാരണം സാമ്പത്തികം ഉള്ളവർക്ക് ഇതൊക്കെ വെറും ഈസിയാണ്. നമ്മളെപ്പോലെ സാമ്പത്തികമായിട്ട് ഏറ്റവും താഴെ നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞതാണ്. നമുക്ക് ബാക്കപ്പ് മാത്രമല്ല, ഒരു ഭാഗ്യം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് തുടക്കത്തിൽ നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് ഒരു തുടക്കക്കാർക്ക് ആരും ക്രെഡിറ്റ് തരത്തില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് ക്രെഡിറ്റ് തന്നാണ് എൻ്റെ ഇക്ക അനസിക്ക. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് അന്ന് കടയിൽ തുണി നിറയ്ക്കാൻ പറ്റിയതും എല്ലാം. പിന്നെ വിറ്റിട്ട് പൈസ കൊടുത്താൽ മതിയായിരുന്നു എനിക്ക് ആ സമയത്ത്. അതുകൊണ്ടാണ് നമ്മൾ പിടിച്ചു നിന്നത്. ഒരു ഭാഗ്യം വലിയൊരു ഫാക്ടറാണ് ബിസിനസിന്റെ കാര്യത്തിലും. അതെന്റെ തൊണ്ട വരുന്നു, നോച്ച് വെള്ളം കുടിച്ചോട്ടെ. ചിന്നു വാവയ്ക്ക് ജോലി ആയോ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത്? നാട്ടിൽ ജോലി നോക്കിക്കൂടെ? ഇവിടെ നിൽക്കുമ്പോൾ ചിലവൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അവിടെ ജോലി ആയി കേട്ടോ. അവളെ ജോലി ചെയ്തിട്ടാണ് അവളുടെ ചിലവെല്ലാം നോക്കുന്നത് കേട്ടോ. ബിജി ജോസഫ് അമ്മയുടെ കാലിന് ഓപ്പറേഷൻ കഴിഞ്ഞ് എങ്ങനെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? അമ്മ സുഖമായിട്ടിരിക്കുന്നു, പക്ഷെ പെയിൻ ഉണ്ട് നല്ലപോലെ. ഓൾറെഡി പറഞ്ഞല്ലോ. മൂസുകളുടെ അപ്പു നിങ്ങളുടെ വീഡിയോ ഒന്നും കാണാതെ വരുമ്പോൾ ഭയങ്കര വിഷമമാണ്. കാര്യങ്ങളൊക്കെ അറിയാം, എന്നാലും കുഞ്ഞു വീഡിയോ എങ്ങനെ ഡെയിലി വേണം. ഈ കുഞ്ഞുമക്കളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. കുമാരിയമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അതിന്റെ കല്യാണം എന്തായി? അപ്പുവിന്റെ PSC പഠനം LLB പഠനം ഒക്കെ എന്തായി? വീട് പണി നടക്കട്ടെ. ശിവനെ അനുഗ്രഹിക്കട്ടെ. ലച്ചൂട്ടി ഉമ്മ ഉറപ്പായിട്ടും വീഡിയോ ഡെയിലി ഇടാം. ചെറിയ ചെറിയ വീഡിയോസ് ആണെങ്കിലും ഇടാം. LLB പഠനമൊക്കെ നടക്കുന്നുണ്ട്. വാവച്ചിയുടെ കല്യാണത്തിന് കാര്യം ഓൾറെഡി പറഞ്ഞു. ഉപായമ്മ ഹാപ്പി ആയിട്ടിരിക്കുന്നു. വേദനയ്ക്ക് കുറവുണ്ട് കേട്ടോ. കുറവുണ്ടോ? കുഞ്ഞാറ്റാസ് വേൾഡ് ഹായ്. അഞ്ചൂസ് വാട്സപ്പിൽ മെസ്സേജ് അയച്ച നോക്ക് പോലില്ല. അപ്പൂസിന്റെ ബർത്ത്ഡേയുടെ സമയത്ത് അയച്ച മെസ്സേജുകളുണ്ട്. അതുവരെ ഇതുവരെ നോക്കിയിട്ടില്ല. ചോദ്യത്തിനങ്ങൾ ഇട്ടാലും അത് നോക്കുമെന്ന് കണ്ടറിയാം. ഹലോ ചേച്ചി, ചേച്ചി, അഞ്ചുസേ, മുത്തുമണിയെ, ചക്കരേ. അപ്പൊ ഞാൻ നേരത്തെ ഇട്ട മെസ്സേജ് കാണാത്ത എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പൊ ഒരു മെസ്സേജ് വരുവാണ്. ഈ വാട്സപ്പ് നമ്പറാണ് ഞങ്ങൾ എല്ലായിടത്തും കൊടുക്കുക. അപ്പൊ അടുത്ത മെസ്സേജ് അടിയിലോട്ട് പോകും. അങ്ങനെ ഓരോരുത്തരും മെസ്സേജ് വരുമ്പോൾ വാട്സപ്പ് അടിയിലോട്ട് പോകുമല്ലോ. അപ്പൊ അങ്ങനെ മിസ്സായി പോകുന്നതാണ് കേട്ടോ, ക്ഷമിക്കണം. സബിന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അത് സബിൻ എന്തായാലും പറയൂ കേട്ടോ. നമ്മള് അമ്മ ഇപ്പൊ സേഫ് ആയിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. അപ്പൊ അമ്മ ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ മോനെ യൂസർ ആർ യു പേര് നോക്കട്ടെ. നദീറ എസ് ഹായ് ചേച്ചി. അപ്പൊ മോനെ, സുകന്യ മോളെ, മക്കളും നിങ്ങളും രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുക. എല്ലാ വിഷമങ്ങളും മാറും. കുമാരിക്ക് എങ്ങനെയുണ്ട്? കാലിന്റെ വേദന കുറഞ്ഞു. ലച്ചൂട്ടൻ സുന്ദരി ആയിട്ടുണ്ട്. ആമിക്കുട്ടിക്കും സുഖമാണോ? ലവ് യു ഉമ്മ. സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ. അമ്മയ്ക്ക് വേദനയുണ്ട്, അപ്പോൾ അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മിനിരു അമ്മേ, അപ്പൂസെ കുഞ്ചൂസ് തിരക്കാണെന്ന് അറിയാം, എങ്കിലും ഒരു കുഞ്ഞു വീഡിയോ എങ്കിലും ഡെയിലി ഇടാൻ ശ്രമിക്കും. ഉറപ്പായിട്ട് അമ്മ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ. കുമാരിയമ്മയ്ക്ക് പെയിൻ എങ്ങനെയുണ്ട്? ഇവിടെ ഉണ്ട് എന്നും പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. ഇനിയും എൻ്റെ അപ്പൂസും കുഞ്ചൂസിനും ഒരു വീട്, അത് ഇപ്പോൾ എൻ്റെയും സ്വപ്നമാണ്. ദൈവം നടത്തും, പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ചൂസിനും ആവശ്യനും ലച്ചൂട്ടനും ചക്കരയും. താങ്ക് യു അമ്മേ. അമ്മ ഒക്കെ ആയിട്ടിരിക്കുന്നു. കുമാരിയമ്മയ്ക്ക് പെയിൻ ഉണ്ട്. എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ഉറപ്പായിട്ട് ശ്രമിക്കാം. അമ്മ ഒട്ടും പറ്റാതെ വരുന്നതുകൊണ്ടാണ്. ആദി അബി ചേട്ടായിയുടെ കോഴ്സസ് ഒക്കെ എവിടെ വരെയായി അതൊക്കെ പറയണം. അതെ, അതിന് പഠനമൊക്കെ ഇങ്ങനെ അലമ്പായിട്ട് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിന് സമയം കിട്ടുന്നില്ല. 2 മാസം കൊണ്ട് പഠിക്കണം. അമ്പൂസ് അച്ചൂസ് അപ്പുചേട്ടൻ എന്റെ കല്യാണം ഉറപ്പിച്ചു. അപ്പുചേട്ടന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അറിയാതെ എന്റെ കല്യാണം ആണോടാ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ്. സേജ 212 എനിക്കൊന്ന് ചോദിക്കണം. അമൽ കുഞ്ചു, ഇപ്പം പഴയ പോലെ വീഡിയോ ഇടാൻ പറ്റാതായപ്പോൾ നെഗറ്റീവ് വീഡിയോ ഇടുന്നവരുടെ കുത്തുവാക്കുകൾ കുറഞ്ഞു. അതുപോലെ അവരുടെ വ്യൂസ് ഇപ്പോൾ തോന്നുന്നു. ഗോയിങ് ഫോർവേഡ് എല്ലാവരുടെ കാര്യം ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോകണം. എല്ലാവരുടെ കാര്യം ഇഗ്നോർ ചെയ്ത് തന്നെ ഇപ്പൊ മുന്നോട്ട് പോകണം. എങ്ങനെ തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ.
ആവശ്യമില്ലാത്ത വള്ളികളെ എടുത്ത് തലയിലോട്ട് വെക്കാൻ സത്യം പറഞ്ഞാൽ താല്പര്യമില്ല ഇപ്പം. കാരണം എടുത്തു വെച്ച് വീണ്ടും ആ വള്ളി കഴുത്ത് ചുറ്റി മുറുക്കാൻ നോക്കുമ്പോഴത്തേക്കും എനിക്ക് താല്പര്യമില്ല. കാരണം കഴുത്ത് മുറുക്കി കെട്ടി തൂക്കാനോടെയാണ് നോക്കുന്നത്. അത് സാധനമല്ല, ഇഗ്നോർ ചെയ്ത് വിട്ടേക്കുവാണ്. പ്രീതി ആൻഡ്രീസ്, ബെസ്റ്റ് ഓഫ് ലക്ക് വിത്ത് യുവർ ഫ്യൂച്ചർ പ്ലാൻസ്. വാട്ട് അബൌട്ട് യുവർ സ്റ്റഡീസ്? Did you start or not? Suganya also have to start your studies. So you both are very young. Try to forget everything. Give everything to our God's hand. Yes. എല്ലാം ദൈവത്തിലേക്ക് കൊടുത്തിട്ട് രണ്ടുപേരും യങ്ങാണ്, അതുകൊണ്ട് രണ്ടുപേരും പഠിക്കണം. അതുപോലെ തന്നെ കുഞ്ചുസ് തുടങ്ങിയില്ലോ എന്ന് അറിയത്തില്ല, തുടങ്ങണം. ഫ്യൂച്ചർ പ്ലാൻസിനെല്ലാം ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. പഠിത്തമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ടിനു ജേക്കബ്, അപ്പു കുഞ്ചു ഡെയിലി വീഡിയോ ഇടണം കമ്പൽസറി ആയിട്ട്. കുമാരിമ്മ ഓക്കെ ജി, ഇനി എല്ലാ ദിവസം ഇടാൻ മാക്സിമം നോക്കാം കേട്ടോ. യൂസഫ് PT7SM, ഹായ് അപ്പു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സബിന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? സബിന്റെ അമ്മ ഹാപ്പി ആയിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. VS ദേവിക, ഹലോ. VS ദേവിക അറിയാമോ? ഷൈജ ഷാഫി, നിങ്ങൾ എല്ലാവരും സുഖമാണോ? വാവച്ചി വരാനായോ? അവളോട് അവിടുത്തെ വീഡിയോ ഇടാൻ പറയണം. നമ്മൾ പറയാനുള്ള പറ്റുള്ള ആ കൊച്ചിനോട് ഇടാൻ പറയണേ, കാണാൻ കൊതിയാവുന്ന ഒത്തിരി നാളായില്ലേ. സവിന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി പറയാവോ? എല്ലാവരും സുഖമായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കാം. ലവ് യു ആമി അതിൽ ചോർപ്പായിട്ട് വെച്ച് അവളോട് പറഞ്ഞിട്ടുണ്ട്, അവള് വീഡിയോ ഇട്ട് തന്നിട്ട് ഇടാം കേട്ടോ. സുമയ്യ മനു, ഹായ് അപ്പു കുഞ്ഞുസ്, ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. വാവ ദുബായിൽ ഏത് സ്ഥലത്താണ്? കരാമി ആയിരുന്നു, അതിന്റെ പുറത്തോട്ട് മാറി. അന്ന് നമുക്ക് പേര് പെട്ടെന്ന് തന്നെ ഒരു വീടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ചേച്ചി. ഗുഡ് ഡേ മല്ലു 9570. വിരാരിക്ക് എങ്ങനെയുണ്ട്? വേദന കുറവായോ? വേദന കുറവില്ല ചേച്ചി. വേദന കുറവുണ്ടോന്ന് ചോദിച്ചാൽ വേദന കുറവുണ്ട്, പക്ഷെ കൂടുതലുണ്ടോന്ന് വെച്ചാൽ കൂടുതലും ഉണ്ട്. രണ്ടുകൂടിയാണ് കേട്ടോ. വീഡിയോ മുടങ്ങാതെ ഇടാൻ നോക്കും ഉറപ്പായിട്ട്. ആമിപ്പുന്നെ കണ്ടില്ലേ ഒരു സുഖമില്ല. എന്നും കുഞ്ഞുമണിയെ ആമിപ്പുന്നെ കാണിച്ച് വീഡിയോ ഇടാൻ നോക്കണേ ഉറപ്പായിട്ട് ചേച്ചി. കുഞ്ചു വേണം ഇനി മുതൽ വീഡിയോ എടുക്കാൻ കേട്ടോ. ഇനി കുഞ്ചു വീഡിയോ എടുത്തിട്ട് കേട്ടോ ഉറപ്പായിട്ട്. സേതു ലക്ഷ്മി, ചങ്ങനാശ്ശേരി. എവിടെയാണ് സ്ഥലം വാങ്ങിയത്? ചങ്ങനാശ്ശേരി സ്ഥലം വാങ്ങിയത് മാമൂടാണ് കേട്ടോ. മാമൂട്. സന്തോഷ് ആമിച്ച്, നമ്മൾ ഇനി ചെന്നിട്ട് വേണം മാമൂട് ഒരു ടൗൺ ആക്കി മാറ്റാൻ. അല്ല, കുഞ്ഞൊരു ടൗൺ, ഒരു ചെറിയൊരു ടൗൺ കേട്ടോ. അപ്പൊ അത് അവിടെ ഒന്ന് സെറ്റ് ആയി വരുന്നുണ്ട്. ഇഷ്ടം പോലെ ഷട്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി കുഞ്ചൂസ് അവിടെ ഒരു ഷട്ടറൊക്കെ അങ്ങോട്ട് തുടങ്ങണമെന്നൊക്കെ. സന്തോഷേട്ടാ, അയ്യോ സന്തോഷേട്ടാ എന്നോട് ആമിച്ച്. സന്തോഷേട്ടൻ ഇവിടെ നാട്ടിൽ വന്ന് കണ്ണിന് സർജറി ഒക്കെ ചെയ്തിട്ട് പോയത്. എനിക്കൊന്ന് മെസ്സേജ് അയക്കാൻ പോലും പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാല്. അത്രയും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സന്തോഷം. ആമിഷൻ ഉമ്മ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വരണേ നാട്ടിലോട്ട് വരുമ്പം. സന്തോഷേട്ടന്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനി പ്രവാസി. ഇപ്പം ആടുജീവിതത്തിൽ കാണുന്ന ഒരു ആളെപ്പോലെയൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട് കേട്ടോ. കാരണം ഉണ്ട്, ഒരുപാട് കഥയുണ്ട്. അത് നമുക്ക് വിഷമം തോന്നും. കാരണം ഇപ്പൊ ഞാനൊരു അച്ഛനാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ലച്ചൂട്ടി ഉണ്ടായ സെയിം സമയത്ത് ചേട്ടാക്കി കുഞ്ഞാവി ഉണ്ടായാണ്. മൂത്ത ആളെ ചേട്ടാക്കി കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2 വയസ്സായിട്ടും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അടുത്ത ആള് ജനിച്ചു നാട്ടിൽ വന്നു. രണ്ടാമത്തെ ആദ്യത്തെ ആളെ കാണാൻ വന്ന കുറച്ച് നാൾ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ രണ്ടാമത്തെ ആളായപ്പോഴത്തേക്കും അന്നേരം തന്നെ ചേട്ടാ. ആദ്യത്തെ ആളെ ചേട്ടായി ജനിച്ചതും കണ്ടിട്ടില്ല. ഇത്രയും പ്രായപ്പോഴാണ് കുഞ്ഞു പോലും അച്ഛനെ കാണുന്നത്. അപ്പം ഇപ്പം ഇളയ ആള് ഇവിടെ ഇപ്പം ചേട്ടായി കാണാൻ വേണ്ടി കൊതിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. രണ്ടുപേരും കേട്ടോ. വിഷമം ഉണ്ടാക്കാറുണ്ട്. ശരിക്കും ഒരു പ്രവാസി എന്നാണെന്നുള്ളതിന്റെ ഒരു അല്ലേ, ശരിക്കും ഒരു വേഷം. അടുത്തത് ജിൻഷ. ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ, എന്തേ എന്നും വരാത്തേ? ഉറപ്പായിട്ട് ഇനി വരാൻ കേട്ടോ. അശ്വിനി കൃഷ്ണ, ഇങ്ങനെ ഉറപ്പായിട്ട് വരുമ്പോഴാണ് ഇവിടെ കള്ള തീരി വരത്തില്ല അടുത്ത കാര്യം വരുന്നത്. അശ്വിനി കൃഷ്ണ, എന്റെ വീട് നാട്ടകത്താണ്. ഞാൻ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഇടയ്ക്ക് ചങ്ങനാശ്ശേരി വരുമ്പോൾ കട കാണുമ്പോഴും ഇടയ്ക്ക് ചേട്ടനും ചേച്ചി ഉണ്ടോ നോക്കാറുണ്ട്. കയറി വന്ന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ആമിക്കുട്ടിയിൽ ലച്ചുവിട്ടനെ ഒരുപാട് ഇഷ്ടം. കുമാരിയമ്മയ്ക്ക് വേഗം നടക്കാൻ പറ്റട്ടെ. പെട്ടെന്ന് തന്നെ വീട് വെക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല. ഉറപ്പായിട്ടും വാട്ടോ, കടലോട്ട് വാ. നാട്ടകത്താണെങ്കിൽ പോകുന്നൂടെ? അബ്ദുൾ റസാഖ്, കുരാരിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? കുരാരി ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുന്നു, എങ്കിലും പെയിൻ ഉണ്ട് നല്ലപോലെ.
കുരാരിയും കൊണ്ട് ഉഷ്ണാനെ ശാന്തി അവിടെ ഉഷ്ണിച്ച് കിടക്കുന്നു. കിടന്നു കുരാരിയായിട്ടൊന്ന് ഔട്ടിംഗ് ഒക്കെ ഒന്ന് പോകണം, കാറയിലൊക്കെ വെച്ചിട്ടൊന്ന് പോകണം. ഈ എപ്പോഴും എങ്ങനെ ഈ റൂമിനകത്തുനിന്ന്. അടുത്തത് റീനാബിനി ഫസ്റ്റ് ടൈം ആണ് ഒരു കമന്റ് ഇടുന്നത്. നിങ്ങൾക്ക് എവിടെ എല്ലാവിധ പ്രാർത്ഥനകളും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ, വിധങ്ങളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥം ആഗ്രഹിക്കുന്നു. ലക്ഷ്മീട്ടനും റിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. താങ്ക് യു. കുമാരിയമ്മയെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. താങ്ക് യു. പെട്ടെന്ന് സുഖമാവട്ടെ. താങ്ക് യു. എല്ലാം നല്ലതിനെന്ന് വിചാരിച്ച് പ്രാർത്ഥനയോട് മുന്നോട്ട് പോകും. ഉറപ്പായിട്ട് ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള അവസരമാണിപ്പോൾ. യെസ്. അടുത്തത് ഷാലു. അപ്പു പഠിത്തം എവിടെ വരെയായി, പിന്നോട്ട് പോകരുത്. ഒരിക്കലും ഇല്ല കേട്ടോ. ഈശോ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടെ കേട്ടി തൂക്കുന്നതായിരിക്കും. പഠിപ്പിക്കാൻ കൊണ്ട് ചേർത്തൊരു അമ്മയാണ് ഞാൻ. ശ്രീലക്ഷ്മി ഹരികൃഷ്ണൻ. അപ്പൊ കുഞ്ഞിസൊന്നും ചോദിക്കാനില്ല, എന്നാലും ചോദിക്കുവാണ്, എങ്ങനെയാണ് ജോബും വീടും മാനേജ് ചെയ്യണേ? എപ്പോഴാണേൽ അമ്മയ്ക്ക് വയ്യാലോ, 2 കുട്ടികളെ വെച്ച് നോക്കണേ. നിങ്ങൾക്കൊരു ബിഗ് സാല്യൂട്ട്. താങ്ക് യു ചേച്ചി. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ കുറേ വട്ടം വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നോക്കിയില്ല. പറ്റുവാണെങ്കിൽ ഒന്ന് നോക്കാമോ? അത്ര ഇഷ്ടമായതുകൊണ്ട് മെസ്സേജ് ഇട്ട്. നിങ്ങൾക്ക് തിരക്കാണെന്ന് അറിയാം, എന്നാലും ടൈം കിട്ടുമ്പോൾ ഒന്ന് നോക്കാമോ? എല്ലാവരെയും ഒരുപാട് ഇഷ്ടം. അവിടെ മാരേജ് ഉടനെ ഉണ്ടാവുമോ? നിങ്ങൾക്ക് പെട്ടെന്ന് വീട് ഒക്കെ റെഡി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലച്ചുട്ടി ആമിമോളെ ഒരുപാട് ഇഷ്ടം. അച്ഛനമ്മ ചിറ്റമ്മ. താങ്ക് യു ചേച്ചി. വാവയുടെ കല്യാണം ഉടനെ ഉണ്ടാകത്തില്ല, പറഞ്ഞു ഓൾറെഡി. എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോയി. കുഞ്ഞിന് ചുരിദാറാണ്. വീട് പയ്യെ ഉണ്ടാകത്തുള്ളൂ, പയ്യെ. പിന്നെ വീടും ജോലിയും എല്ലാം ഇത്തിരി ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. ഇവളെയും കുഞ്ഞുങ്ങളെയും ഷോപ്പും വീടും ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിട്ട്. അല്ല, ഇതിനകത്ത് ഒത്തിരി പങ്ക് വഹിക്കുന്നതിൽ ഒരാളാണ് ചിറ്റാമ്മ. ചിറ്റാമ്മ ഇപ്പൊ ഇത്രയും പ്രായമായപ്പോ ചിറ്റാമ്മ ചിറ്റാമ്മയ്ക്ക് പിന്നെ അങ്ങനെ കിടന്നു പോകാൻ പറ്റുന്ന ഒരു ഇത് പറഞ്ഞിട്ടില്ല. ചിറ്റാമ്മ കിടന്നു പോകാൻ ഒരു പ്രായം ആയിട്ടുണ്ട്. പക്ഷെ ചിറ്റാമ്മ അതിനനുസരിച്ച് ഒരു വ്യായാമം പോലെയാണ്. ഒരുപാട് കത്തിപ്പണികളൊന്നല്ല, എങ്കിലും വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ലോണം ചെയ്ത് മാനേജ് ചെയ്യുന്നുണ്ട്. ലച്ചുട്ടിയുടെ കാര്യങ്ങൾ നല്ലോണം ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി നമുക്ക് ആശ്വാസമുണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ അച്ഛൻ അമ്മയുടെ കാര്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഫുള്ളും അച്ഛനാണ് അമ്മയുടെ ഏറ്റവും കൂടുതൽ എല്ലാ കാര്യവും ചെയ്യുന്നത്. അപ്പൊ അത് വലിയൊരു ആശ്വാസമാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് കടയിലോട്ട് ഇറങ്ങി പോകാൻ പറ്റുന്നുണ്ട്. കടയിൽ ഇറങ്ങി പോയിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം 6 മണിക്ക് ഞാൻ ഷോപ്പിൽ ചെല്ലണം. എങ്ങനെ കാര്യങ്ങൾ പോകുന്ന വെച്ചാൽ അവളെ തൂക്കും, ഞാൻ തുടയ്ക്കും. ഞാൻ തുടയ്ക്കുമ്പോൾ അവൾ അലക്കും. ഇപ്പൊ അടുക്കളയിൽ പെട്ടെന്ന് കഴിയും. ഇപ്പൊ ചിറ്റാമ്മ അരി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് കറി വെക്കാം. ഞാൻ അരി വെച്ചിട്ട് ചിറ്റാമ്മ പെട്ടെന്ന് കറി വെക്കും. കറിയുടെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നമുക്കിവിടെ വലിയ കറി വെക്കും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിൽ അന്നന്ന് വെക്കുന്നതേ ഉള്ളൂ. ഇന്നത്തേക്കിന് വെച്ച് ഒരാഴ്ചത്തേക്ക് ആ ഒരു പരിപാടിയില്ല. അതുകൊണ്ട് ചെറിയ കറികൾ വെച്ചിട്ട് അപ്പൊ തന്നെ കഴിച്ച് തീർന്ന ഒരു കാര്യം. അപ്പൂസെ, ആമിപ്പൊന്നെ, ലച്ചൂട്ട, അച്ഛൻ, കുമാരിമാൻ, ചിറ്റാമ്മ, എല്ലാവരോടും ഹായ്. അപ്പൂസെ എന്ന് വീഡിയോ ഇടണം കേട്ടോ. ഉറപ്പായിട്ടും തിരക്കാണെങ്കിലും അറിയാം, എന്നാലും ഒരു കുഞ്ഞു വീഡിയോ ഇടണം കേട്ടോ. ഞാൻ ഹൈദരാബാദാണ്. ഹായ്. എവിടെ ഒരുപാട് പേര് ഈ കുഞ്ഞു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. താങ്ക് യു ചേച്ചി, താങ്ക് യു കേട്ടോ. എല്ലാവർക്കും ഒരു ഹായ് പറയണേ. ഹായ്. കുമാരി അമ്മയ്ക്ക് എന്റെ അന്വേഷണം പറയണേ. വാവയോട് പറ, ദുബായിലൊക്കെ വീഡിയോ എടുത്ത് എന്റെ ആക്കാൻ പറ. പറയുന്നുണ്ട് ചേച്ചി. കുഞ്ഞപ്പ മഴയല്ലായിരുന്നു ദുബായിൽ. വാവ സേഫ് ആയിട്ടിരിക്കുന്നത്. ഒത്തിരി സ്നേഹത്തോടെ ജിഷി ചേച്ചി. താങ്ക് യു ജിഷി ചേച്ചി. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേര് നോക്കട്ടെ. അർച്ചന ടി എസ്. അപ്പൂനെ പോലെ ഒരു ഹസ്ബൻഡ് കുഞ്ചൂസിന്റെ ഭാഗ്യമാണ്. കുഞ്ഞപ്പൻ അപ്പൂനെ പറ്റി എന്താ അഭിപ്രായം? പറ. പ്രത്യേകിച്ച് അഭിപ്രായമില്ല. കുഞ്ഞു ആഗ്രഹിച്ച പോലെയുള്ള ഒരു ഹസ്ബൻഡ് ആണോ അപ്പൂ? ഞാനൊന്നും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. ചിറ്റാമ്മ, അച്ഛ, കുഞ്ഞിക്കിളികൾ, വാവച്ചി, മിസ്സിസ് ആമച്ച്, ലവ് യു. താങ്ക് യു ചേച്ചി. അത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലെന്ന് കുഞ്ചൂസ് മനസ്സിലങ്ങ് വിചാരിച്ചിട്ടുണ്ടാവും. എന്നാണ് സംഭവം. ശിവ അശോകൻ. മക്കളെ തിരക്കാണെന്ന് അറിയാം, എന്നാലും പറ്റുന്ന ദിവസം വ്ലോഗ് ചെയ്യണേ എന്നും ആദ്യം നോക്കാറുണ്ട്. നിങ്ങളുടെ ചാനലാണ്. വാവയെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കണം. ഉറപ്പായിട്ട് ചോദിച്ചു ഉറപ്പായിട്ടും എല്ലാ ദിവസം വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ. അശ്വതി നായർ, ഹവ് യു ഓൾ ടേക്ക് കെയർ. താങ്ക് യു. ഫൈനായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. രമ്യരാജ്, നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. കുമാരമ്മയ്ക്ക് എങ്ങനെയുണ്ട്? വാവ സുഖമായിരിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹം പോലെ നല്ലൊരു വീട് വെക്കാൻ പറ്റട്ടെ. ലൈഫിൽ ഒരുപാട് ആഗ്രഹം. എന്താണ് രണ്ടുപേർക്കും ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ് പിള്ളേരെ ഏറ്റവും കൂടുതൽ സേഫ് ആക്കുക. ഇപ്പോഴത്തെ ഏറ്റവും മെയിൻ ആഗ്രഹമാണ് പിള്ളേർക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുക. 2 പെൺമക്കളാണ്. അവരെ നല്ലപോലെ അവരെ
ആരെ ഡിപ്പെൻഡ് ചെയ്യാതെ അവർ ജീവിക്കണം. ആ ഒരു രീതിയിൽ അവർക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കണം. പിന്നെ വീട് ഫസ്റ്റ് പ്രയോറിറ്റിയുടെ കൂട്ടത്തിലുള്ളതാണ് വീടും. പക്ഷെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി മക്കളാണ് കേട്ടോ. അതിപ്പോൾ വാടകയ്ക്കാണെങ്കിലും എവിടെ കിടന്നിട്ടാണെങ്കിലും നമുക്ക് മക്കൾക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം. അവരെ ഏറ്റവും കൂടുതലായിട്ട് കെയർ ചെയ്യണം. അതാണ് ഏറ്റവും വലിയ രണ്ടുപേരെ ആഗ്രഹം. സന്തോഷേട്ടൻ പിന്നെ സുഖാണോ അപ്പൂ? സുഖാണല്ലോ. ഹണി ജോർജ് ഹായ് വിയർലോ ഫാമിലി എല്ലാവർക്കും സുഖമല്ലേ? കുമാരിമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഭാവിയുടെ വിശേഷങ്ങൾ പറയാമോ? ലച്ചു ആമിക്കുട്ടി സുഖമായിരിക്കുന്ന ഷിറ്റാമ്മ സുരാച്ചിക്കും കുമാരിമ്മയ്ക്കും അപ്പൂസിനും കുഞ്ചുപ്പനും നമ്മുടെ മിക്കിക്കൂട്ടനും സുഖമായിരിക്കുന്നല്ലോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. മിക്കിക്കൂട്ടൻ സേഫ് സുഖമായിട്ടിരിക്കുന്നു. മിക്കിക്കൂട്ടനെ നിങ്ങൾ ക്രോസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുവാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രഗ്നന്റ് കഴിഞ്ഞ പ്രാവശ്യം ക്രോസ് ചെയ്തിട്ട് നമ്മൾ ഒത്തിരി പ്രഗ്നന്റ് ആണെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു. നമ്മളുടെ വയറൊക്കെ വീർത്ത് വന്നപ്പോൾ ഞാൻ ഒത്തിരി പ്രതീക്ഷയോടെ ഇങ്ങനെ കാത്തിരുന്നു നമ്മുടെ കുഞ്ഞുമണികളെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ആയില്ല. അവളുടെ ചാട്ടം മുതലെല്ലാം കാരണം പോയിട്ടുണ്ടായിരുന്നു. അവൾ ചാടി ഭയങ്കര ചാട്ടമായിരുന്നു. പക്ഷെ അവൾ ഇത്തിരി കൂടെ അവൾ അമ്മയാണെന്ന് മനസ്സിലാക്കി ഈ സമയം ഇപ്പൊ ഇത്തിരി ഒതുങ്ങി കൂടി കിടക്കുന്നുണ്ട്. അതിനകത്ത് സന്തോഷമുണ്ട്. മോന്റെ കുഞ്ഞിന് തരാവോ? കൈ തരാവോ? അപ്പൊ ആർക്കറിയാം. എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മളെ നിൽക്കിക്കൊണ്ട് ഗർഭിണി ആയിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളും അമ്മയും ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അറിയത്തില്ല കേട്ടോ, അറിയത്തില്ല. കൺഫേം ആയി കഴിയുമ്പോൾ ഒരു വ്ളോഗിയായിട്ട്. യൂസ് പി വി ഹായ്ക്കും. അടുത്തത് മിന്നിത. കുറച്ച് തിരക്കായതുകൊണ്ട് ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ കണ്ടപ്പോൾ പ്രത്യേകം ഒന്നും ചോദിക്കാനില്ല. പെരുന്നാളിനിട്ട മെസ്സേജ് കണ്ടിട്ട് പോലും ഇല്ലല്ലോ. നിങ്ങൾ തിരക്കിലാണല്ലോ അല്ലേ? അയ്യോ, നമ്മളും തിരക്കിലാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഓടി നടപ്പാണ്. അതാണ്. അമ്പു സച്ചൂസ് ചക്രമ്മ മോനെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ മാരീഡ് ലൈഫ് കേട്ടോ. ലേഖാരടി അമ്മേ ഹായ് മക്കളെ, എന്താ വീഡിയോ ഇടാത്ത? ഡെയിലി എങ്ങനെ വീഡിയോ ഇടാന്ന് നോക്കണം. സെവിൻ്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അമ്മയോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയെന്ന്. അമ്മ സേഫ് ആയിട്ടിരിക്കുന്നു. ദീപ്തി ഫീൽഡ് ഹായ് അപ്പോ കുഞ്ചു കുമാരിയമ്മ സുഖമായിട്ടിരിക്കുന്ന വീഡിയോസ് കാണാറുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ സന്തോഷ വീഡിയോകൾ ആയിടൂ. അത് കാണാൻ രസമുണ്ട്. വേറെ ആരും എന്ത് പറഞ്ഞാലും മൈൻഡ് ആക്കണ്ട. ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ഫാമിലിയെ ഓക്കെ തമ്മിൽ തെറ്റിക്കാൻ പുറത്തുനിന്ന് ഒരുപാട് അവിടെയും ഇവിടെയും പാര പണിയുന്നുണ്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ അതിലൊന്നും വീഴാതെ നന്നായി വീഡിയോ ചെയ്തു പോകും. എല്ലാവരും ഒരുപാട് ഇഷ്ടം. താങ്ക് യു ചേച്ചി, ഉറപ്പായിട്ടും. അടുത്തത് അസി 676 ഹലോ ഡിയേഴ്സ്. ഇപ്പോഴാണ് സമയം കിട്ടിയത്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ വ്യൂസ് എങ്ങനെയാണെന്ന് പറഞ്ഞാലും പരമാവധി നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം കാണിച്ചിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷവും സമാധാനമുണ്ട്. ഇനി മറ്റുള്ളവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ തന്നെയും നിങ്ങൾ കുറേയൊക്കെ ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം കാണിക്കുന്നതുകൊണ്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഉള്ളത് മതി. നമുക്ക് നമ്മുടെ രീതിയിൽ മുന്നോട്ട് പോയാൽ മതി. ഉറപ്പായിട്ടും കുമാരിയമ്മ ഒന്ന് നടന്ന് കാണുന്ന ഓരോ സന്തോഷവും വളരെ ആഗ്രഹിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും. റിബി ചിന്നു വ്ളോഗ്സ് ഹായ് കുഞ്ചുമണി. അപ്പു സുഖാണോ? ഞങ്ങൾ ചിന്നു റഘു കൊല്ലം കുണ്ടറ. ഞങ്ങൾക്കൊരു ഹായ് പറയൂ. ഹായ് ചേച്ചി. ഹായ് ചിന്നു ചേച്ചി. റിബി ചേട്ടാ. കുമാരിയമ്മ എങ്ങനെയുണ്ട്? കുമാരിയമ്മ ഒക്കെ ആയിട്ടിരിക്കുന്നു. ആവശ്യം സുഖമായിട്ടിരിക്കുന്നു. ജോബ് ആയായിരുന്നു. ഞങ്ങൾക്ക് റിപ്ലൈ തരണം. കാത്തിരിക്കും. ഉറപ്പായിട്ട് റിപ്ലൈ തന്നിട്ടുണ്ടല്ലോ. ഇവര് യൂട്യൂബ് ചാനലുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. റിബു ചിന്നു വ്ളോഗ്സ്. എല്ലാവരും ഒന്ന് കയറി നോക്കണേ. ആലിയ ഹലീമ സെക്കൻഡ് ചാനൽ ആക്റ്റീവ് ആക്കാത്തത് എന്തേ? മഴയുണ്ടോ? സെക്കൻഡ് ചാനൽ ഇങ്ങനെ കിടക്കുവാണ്. ആക്റ്റീവ് ആക്കണം കേട്ടോ. ശ്രീ വാവയ്ക്ക് ജോബ് കിട്ടി കേട്ടോ. രേഷ്മ ശത്രം അപ്പു സുജൂസ് സുഖല്ലേ? കുമാരിയമ്മയ്ക്ക് പെയിൻ ഒക്കെ കുറവുണ്ട്. അമ്മയ്ക്ക് പെയിൻ ഉണ്ട്. വീട് പണി തുടങ്ങാറായോ? വീട് പണി നമുക്ക് ഒരുപാട് പാട്ടായിട്ട് ചെയ്യാനായിട്ട് തുടക്കമുണ്ട്. വീട് പണിയല്ല, അതിനിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഉടനെ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ LLB പഠനം എങ്ങനെ പോകുന്നു? ആമിമോക്കും ലച്ചുമോക്കും ചക്രമ്മ പഠനം നടക്കുന്നുണ്ട്. രണ്ടുപേർക്കും ചക്രമ്മ കൊടുത്തേ കേട്ടോ. ശ്രീജി നാവത്ത് ഹായ് കുട്ടു. വാവിച്ചി എന്തായി? വിവരമൊന്നും ഇല്ലല്ലോ. വാവിച്ചി സുഖമായിട്ടിരിക്കുന്നു. എല്ലാ ദിവസവും വിളിക്കാറുണ്ട്. അവൾ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു. അവൾ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് അവൾ കാണിക്കും. ഇങ്ങനെയാണ് വെക്കുന്നത്. വലിയ അണ്ടായിക്കകത്തൊക്കെ വെച്ചിട്ട് ആ കൊച്ചു തിന്നുന്നുണ്ടോ. ഷാനി മനോജ് സബ്ഡമിക്ക് എന്ത് പറ്റി? പ്ലീസ് റിപ്ലൈ. അതിനിടയ്ക്ക് സ്റ്റോറേജ് ഫുള്ളായി പോയി കേട്ടോ. അടുത്ത ദിവസമേ അരുണിമ രാജൻ. ഇനി എന്നാ ഇടുക്കിയിലോട്ട് കുമാരിയമ്മ ഓക്കെ ആയി വരുന്നുണ്ടോ അല്ലേ? ഇനിയിപ്പം കേസ് വിളിക്കുമ്പോഴാണ് ഇനിയിപ്പോൾ അടുത്ത് പോകുക കേട്ടോ. അതിനിടയ്ക്ക് വിളിച്ചിട്ട് അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പോവാ. കാഞ്ചാറിൽ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പോകും. അല്ലെങ്കിൽ കേസ് ഈ കഴിഞ്ഞ ദിവസമായിരുന്നു കേസ് വിളിച്ചിരുന്നത്. അപ്പോൾ നമ്മളതൊന്നും പറയാതെ നമുക്കതൊന്നും പറയാൻ ഇപ്പോൾ താല്പര്യമില്ല. അതുകൊണ്ടാണ് എല്ലാം ആ നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. എല്ലാം കഴിഞ്ഞിട്ട് വളച്ചൊടിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് അതെല്ലാം അതിൻ്റെതായിട്ടുള്ള രീതിക്ക് കുറച്ച് മെച്ചുവറായിട്ട് പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ രീതിക്ക് പോട്ടെ എന്ന് വിചാരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം അമ്മയുടെ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം അപ്പോൾ അതിനിടയ്ക്ക് വീണ്ടും ഇവളുടെ ഫോൺ സ്റ്റോറേജ് ഫുള്ളായി കേട്ടോ.
അപ്പോൾ ഇടുക്കിയിലോട്ട് ഇനി എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലേ പോകുന്നുള്ളൂ. കഴിഞ്ഞ കയ്യിൽ സ്ലിങ് ഇട്ട അന്നാണ് വീണതിന് ശേഷം കറക്റ്റ് അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. 2-ാം തീയതി അല്ലേ, 2-ാം തീയതി വിളിച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം വിളിച്ചത്, കാരണം വീണൊക്കെ ശേഷമാണ് വിളിച്ചിരുന്നത്. അപ്പൊ നമുക്ക് പോകാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് ആശുപത്രിയിലും പോകണം എന്തോ. അതെ അതെ, അപ്പൊ നമുക്ക് പോകാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും കാര്യം ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതെല്ലാം നമ്മൾ ഫണ്ണി ആയിട്ട് എടുത്ത് തള്ളിവിട്ടായിരുന്നു. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. കാരണം ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം നടക്കാൻ പോവാണ്. അതൊക്കെ നമ്മൾ പറഞ്ഞില്ലോ. അപ്പൊ അതിന് സമയമാകുന്നു, പോകാൻ വേണ്ടിയിട്ട് ടൈമായി. അപ്പൊ ക്വസ്റ്റ്യൻസ് അയച്ചു എല്ലാവർക്കും ഒരുപാട് നന്ദി. എത്ര ലെന്ത് ഉണ്ടെന്നൊന്നും അറിയത്തില്ല വീഡിയോ സത്യം പറഞ്ഞാൽ. അപ്പൊ എല്ലാം അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ വായിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂടുതലും കോമൺ ആയിട്ട് വന്നേക്കും ഒത്തിരി പേര് വായിച്ചില്ല, കൂടുതലും അമ്മയുടെ അപ്ഡേഷൻ. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. ടാറ്റ, ലവ് യു. നാളെ പിള്ളേരെല്ലാം കാണിച്ച് എല്ലാവരോടും ഇൻക്ലൂഡ് ചെയ്ത് നാളെ അടിപൊളി വീഡിയോ ആയിരിക്കും നാളെ വരാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ലവ് യു. ചക്രം പ്രാർത്ഥനയിൽ എപ്പോഴും കേട്ടോ.